ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണിത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ധൈര്യശാലികളായ പട്ടാളക്കാരെ പ്രശംസിക്കണം, നമ്മുടെ ധീരന്മാരായ സൈനികരെ നമ്മൾ പുകഴ്ത്തണം, പിന്നെ നമ്മുടെ ജയ് ഹിന്ദ് പട്ടാളക്കാരോട് നമ്മൾ ജയ് ഹിന്ദ് പറയണം. ഇന്നത്തെ ഈ പ്രത്യേക വിചാരണ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അവരെങ്ങനെയാണ് പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന്. പാകിസ്ഥാന്റെ എയർ ബേസുകളെല്ലാം നശിപ്പിച്ചു, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം നശിപ്പിച്ചു, അവരുടെ വീടിനുള്ളിൽ കയറിയാണ് നമ്മൾ ആക്രമിച്ചത്. അങ്ങനെയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് പലരും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ മിലിറ്ററിക്കെതിരായി ചോദ്യങ്ങൾ വരുന്നു, കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ചോദ്യങ്ങൾ വരുന്നു, ഇന്ത്യൻ ഫോറിൻ പോളിസി മേലെയും ചോദ്യശരങ്ങളാണ്. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഇന്ന് ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്പോക്ക് പേഴ്സണെയാണ്. ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് പല ചാനലുകളിലും ചർച്ചകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്ലീസ് വെൽക്കം രാജ്യസഭാ മെമ്പർ സുധാംശു ത്രിവേദി. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയും പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. ഇന്ത്യൻ മിലിറ്ററിയിലെ എങ്ങനെയുള്ള ഒരു ധീരനാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഡിഫൻസ് എക്സ്പേർട്ടാണ്. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്ലീസ് വെൽക്കം എയർ കമാൻഡർ റിട്ടയർ എസ് ബഗൽ. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ്, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമ്മളൊരു വീഡിയോ കാണാൻ പോവുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി പലരും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നു. മെയ് 6-ാം തീയതി പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾക്കെതിരായി ഇന്ത്യൻ മിലിറ്ററി വലിയൊരു ആക്രമണമാണ് നടത്തിയത്. 22 മിനിറ്റിനുള്ളിൽ പ്രിസൈഡ്സ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷനിൽ തീവ്രവാദികളുടെ 9 സ്ഥലങ്ങളാണ് ആക്രമിച്ച് ഇല്ലാതാക്കിയത്. ഇന്ത്യൻ മിലിറ്ററി പാകിസ്ഥാന് വാണിംഗ് നൽകി. പക്ഷേ പാകിസ്ഥാൻ അനുസരിച്ചില്ല. അവർ ഡ്രോണുകൾ അയച്ചു, മിസൈലുകൾ അയച്ചു. പക്ഷേ ഇന്ത്യയുടെ എയർ ഡിഫൻസ് അതെല്ലാം തകർത്ത് നമ്മളെ സംരക്ഷിച്ചു. Several Pakistani unmanned aerial systems, drones, combat vehicles attacked multiple IF bases. All these waves were neutralized by our trained crew. ഇന്ത്യയുടെ ധീരന്മാരായ പോരാളികൾ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് എല്ലാം തകർത്തു. പാകിസ്ഥാന്റെ ഒരു ഫൈറ്റർ ജെറ്റിന് പോലും പറക്കാൻ സാധിച്ചില്ല. പിന്നെ ഒരു മിനിറ്റിനുള്ളിൽ പാകിസ്ഥാന്റെ 11 എയർഫീൽഡുകൾ ഔട്ട് ഓഫ് ഓപ്പറേഷൻ മുഖേന തകർത്തു കളഞ്ഞു. आतंकियों ने भारतीयों को धर्म पूछकर देखकर मारा, धर्म पूछकर मारा, तो हमने आतंकियों को उनका कर्म देखकर मारा. ഇന്ത്യ മുഴുവനും നമ്മുടെ രാജ്യത്തിന്റെ സേനയ്ക്ക് പിന്നിൽ അണിനിരന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിന് പിന്തുണ നൽകി. याद रखो, जब भारत पर अगर कोई उंगली उठाता है तो हम अपने तमाम इख्तिलाफात को भूलकर एक सीसा पिला हुई दीवार की तरह खड़े हो जाते हैं. ഇന്ത്യൻ മിലിറ്ററി അവർ ടാർഗറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും നശിപ്പിച്ചു. പാകിസ്ഥാന്റെ എല്ലാ ചതിയും ഇല്ലാതാക്കി. അതിനുശേഷം പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്ത് പോയി കരഞ്ഞു. ഫയറിംഗ് നിർത്താൻ കേൺ അപേക്ഷിച്ചു. അതിനുശേഷമാണ് സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നത്. Director General of Military Operations of Pakistan called the Director General of Military Operations of India. It was agreed between them that both sides would stop all firing
and military action on land and in the air and sea. അതിനുശേഷം എത്രയോ ചർച്ചകൾ ഉണ്ടായി. ഈ യുദ്ധം നിർത്തിയത് ആരോ കൊടുത്ത പ്രഷർ കാരണമാണെന്ന് പറഞ്ഞു പരത്തി. ആക്രമണം കുറച്ചുകൂടി ശക്തിയുള്ളതായിരുന്നിരിക്കണമോ? പാകിസ്ഥാൻ വീണ്ടും നമ്മളെ ആക്രമിക്കുമോ? എങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? भारत पर आतंकी हमला हुआ तो करारा जवाब मिलेगा. ഇപ്പോൾ ആപ്കി അദാലത്തിലെ വിചാരണ നമുക്കിവിടെ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJPയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം സർക്കാരിന്റെ മേലുള്ള അണ്ടർ പ്രഷർ കാരണമാണ് യുദ്ധം നിർത്തിയത് എന്നുള്ളതാണ്. ത്രിവേദി സർ, ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി വളരെ ധൈര്യമായിട്ടാണ് അറ്റാക്ക് ചെയ്തത്. പാകിസ്ഥാന്റെ ഡിഫൻസ് സിസ്റ്റം നശിപ്പിച്ചു, നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. പാകിസ്ഥാന്റെ എയർബേസ് എങ്ങനെയാണ് നശിപ്പിച്ചത്, ടെററിസ്റ്റിന്റെ സ്ഥലങ്ങൾ എങ്ങനെയാണ് നശിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം ഹൈ ആയിട്ടുള്ള സമയത്ത്, ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് ഉള്ള സമയത്താണ് ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സീസ് ഫയർ പ്രഖ്യാപിക്കാൻ കാരണം അമേരിക്കയുടെ പ്രഷറാണോ, ട്രംപ് കൊടുത്ത പ്രഷർ കാരണമാണോ? അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ ഗവൺമെന്റ് സീസ് ഫയർ യൂസ് ചെയ്തിട്ടില്ല. അവരിതിനെ ഓപ്പറേഷണൽ ബ്രേക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഇത് യുദ്ധവിരാമമല്ല, താൽക്കാലിക ഇടവേള. നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ചെറിയ ഇടവേള, അതായത് കമേഴ്ഷ്യൽ ബ്രേക്ക്. ബ്രേക്കിന് ശേഷം എന്താണ് സംഭവിക്കുക, ബ്രേക്കിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന്. അതായത് ഇനിയും പടം കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, തുടങ്ങാത്തവരാണ് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്. 26th 11th ആക്രമണത്തിന് ശേഷം ആ സമയത്തുണ്ടായിരുന്ന എയർഫോഴ്സ് ചീഫ് പോളി ഹോമി മേജർ സാബ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ത്യൻ എയർഫോഴ്സ് സ്ട്രൈക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അതിന് അനുവാദം കൊടുത്തില്ല. അന്ന് ശബ്ദമുയർത്താത്തവർ ഇന്ന് ശബ്ദമുയർത്തുന്നു. റിസൾട്ടിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് എന്തിനാണ് നിർത്തിയതെന്ന് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. പിന്നെ അത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 3 ക്ലിയർ ഒബ്ജക്റ്റീവാണ്. എല്ലാ ഓപ്പറേഷനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തത്? അതായത് ശരിക്കും പറഞ്ഞാൽ 2016 അന്ന് ഉറിക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടന്നില്ലേ? ആർമി ചെന്ന് ലാൻഡ് റൂട്ടിൽ അറ്റാക്ക് നടത്തി. എവിടെയാണ് നടത്തിയത്? തീവ്രവാദികളുടെ ക്യാമ്പിന് നേരെ. 2019 ബാലാക്കോട്ട് സംഭവത്തിൽ അവർ ആർമിക്ക് നേരെ വന്നില്ല, തയ്യാറായിരുന്നു, മുൻകരുതലോടെ ഇരുന്നു. സോ എയർഫോഴ്സ് ചെന്ന് അവിടെ അറ്റാക്ക് നടത്തി. എവിടെ? ലോഞ്ച് പാഡിൽ. അതായത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ചെന്ന് ക്യാമ്പിൽ നിന്നും ലോഞ്ച് പാഡിൽ. ഇത്തവണ ആർമിയും എയർഫോഴ്സും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണയും നോ കോണ്ടാക്ട് വാർ. നേരിട്ട് മിസൈൽ അയച്ച് അവരുടെ 9 മുതൽ 10 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തി നശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ടൈം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആക്രമിച്ചത്. അതിൽ 100 മുതൽ 150 പേർ വരെ കൊല്ലപ്പെട്ടു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഇന്ത്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂ നോർമൽ സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇത് ലോകത്തിന്റെ ന്യൂക്ലിയർ വിഷനിലേക്ക് കടന്നു ചെന്ന് വീട്ടിനകത്ത് ആക്രമിക്കുന്നത് ആദ്യമാണ്. അതായത് ന്യൂക്ലിയർ ബ്ലഫ് അവസാനിച്ചു. മൂന്നാമത്തേത്, സ്റ്റേറ്റ് നോൺ സ്റ്റേറ്റ് ആക്ടിനുള്ളിൽ ഉൾപ്പെടുത്തുന്നത്. മുഖം മൂടിയുണ്ടല്ലോ, ആ സ്ക്രീന് പോലും അത് മാറ്റിക്കളഞ്ഞു. ഇരുവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ബെക്കാനറിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, സിരകളിൽ രക്തമല്ല ഓടുന്നത്, പകരം കുങ്കുമമാണ് ഓടുന്നതെന്ന്. അതായത് 7th മെയ് എന്താഴ്ചയായിരുന്നു? ചൊവ്വാഴ്ച. അതായത് ഇന്ത്യൻ പട്ടാളം അത് തെളിയിച്ചു കാണിച്ചു. ഈ കാര്യം ഞാനൊരു കവിതയിലൂടെ പറഞ്ഞു തരാം. लाल देह लाली लसे अरुधरी लाल लंगूर और वज्र देह दानव दलन जय 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 कपिसूर और मंगलवार की रात को ऑपरेशन सिंदूर. അതായത് പക്ഷേ സുധാംശു സാർ, കോൺഗ്രസ്സുകാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സിന്ദൂറിന് ഡീല് വെച്ചിരിക്കുകയാണെന്ന്. അമേരിക്കയുടെ ഡാഡിയാണ് യുദ്ധം നിർത്തിപ്പിച്ചതെന്ന്. നമ്മുടെ സൈന്യം അവരുടെ മനസ്സിൽ मन में है धैर्य और तन में प्रचंड शौर्य. बन चंद्रगुप्त मौर्य प्रलय मचाएंगे. महाराणा और शिवा की संतति कहाते हम शीश कट जाए भले झुकने न पाएंगे. बार बार छेड़िए न भारत स्वाभिमान को, अन्यथा बाद में बहुत पछताएंगे. सौगंध मां भवानी की उठेगी ललकार जब आपके घरों पे चील कौए मंडराएंगे. തീർന്നില്ല, ഇനിയുമുണ്ട്. അതായത് ചിലതൊക്കെ ഒഴുകി വന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്റർനാഷണൽ വാർത്തയായിരുന്നു. അമേരിക്കയുടെ കപ്പൽ ഒഴുകി വന്നു. അവിടെ ന്യൂക്ലിയർ ലീഗ് ചെക്ക് ചെയ്യാൻ പോയിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് അപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കാര്യം അറിയുമായിരിക്കാം.
കാരണം അമേരിക്കൻ ആർമി അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്ക് ഇതും അറിയുമായിരിക്കാം പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺ എവിടെയെല്ലാം ഉണ്ടെന്ന്. 9-10 സ്ഥലങ്ങൾ ചിന്നിച്ചിതറിയതിനു ശേഷം അവർക്ക് വിളിക്കാമായിരുന്നു. ഇതവർക്കൊരിക്കലും നിഷേധിക്കാനാവില്ല. പാകിസ്ഥാന് വേണമെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നു, സഹായം ചോദിക്കാമായിരുന്നു. പക്ഷേ അവർ നമ്മോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു കാണും. അതിനുശേഷമാണ് അവർ നമ്മളെ വിളിക്കാൻ ശ്രമിച്ചത് തന്നെ. സോ ഞാൻ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മെയ് 9 വൈസ് പ്രസിഡന്റ് JD മെന്നോട് ചോദിക്കുന്നു അബൌട്ട് ദ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ്. അവരുടെ സ്റ്റേറ്റസ് അറിയിപ്പുണ്ട്, ദിസ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. സോ 24 hours അങ്ങനെ എന്താണ് സംഭവിച്ചത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ അറിയിപ്പുണ്ടായിരുന്നു, അതിൽ ന്യൂക്ലിയർ ആംഗിളും ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഫുൾ ടൈം ലൈൻ നോക്കൂ. രാത്രി 2:30 മണിക്ക് ഷാബാസ് ഷെരീഫിനോട് പറയുന്നു 9-10 അന്ന് രാത്രി നൂർഖാൻ എയർവേസ് ഡെസ്റ്റോറായി. മോർണിംഗ് അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മെയ് 10 9 മണിക്ക് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ അപ്രോച്ച് ചെയ്തു. അത് പാകിസ്ഥാനും ഡിനൈ ചെയ്തതേയില്ല. അവരുടെ DGM സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ല. അന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 3:30 മണിക്ക് DGM സംസാരിക്കുന്നു. 3:35 രണ്ടുപേരും കൂടി ചർച്ച നടത്തുന്നു. ചർച്ച നടന്നതിനു ശേഷം 4:30 മണിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 5 മണിക്ക് MEയുമായി പ്രസ് കോൺഫറൻസ് ഉണ്ടാകും. 4:35 ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായി കേൾക്കണം. കാരണം ട്രംപ് സാർ ന്യൂക്ലിയർ ആംഗിൾ പോലും കൊണ്ടുവന്നു. ഇത് സമ്മതിക്കുകയാണെങ്കിൽ, അതായത് വലിയ വലിയ എക്സ്പേർട്സ്, ടോം കൂപ്പറിനെ പോലെ, പിന്നെ ജോൺ സ്പെൻസറുണ്ട്. അവർ പറഞ്ഞത് സർഗോദയുടെ പക്കൽ ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്, അവരുടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഡാമേജ് ആയി എന്ന്. ന്യൂക്ലിയർ വെപ്പൺ ഷോപ്പിംഗ് മാൾ പോലെ ഓപ്പണിൽ വെക്കില്ല. അത് ഭൂമിക്കടിയിൽ 20 മീറ്റർ അടിയിൽ, 30 അടി അല്ലെങ്കിൽ 40 അടി അടിയിൽ ബങ്കറിനകത്താണ് വെക്കുക. പിന്നെ അതിൽ 2 പോയിന്റ് മാത്രമേ ഉണ്ടാകൂ, എൻട്രിയും എക്സിറ്റും. ഇൻ കേസ് ഇത് വാസ്തവമാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന വാർത്തയാണിത്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ലീക്കേജ് ആകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, കാരണം കപ്പൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ 14th മെയ് അന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചു, പാകിസ്ഥാന്റെ ലീക്കേജ് ചെക്ക് ചെയ്യാൻ അമേരിക്കയുടെ ഏതെങ്കിലും കപ്പൽ പോയിട്ടുണ്ടോന്ന്. അതവർക്ക് അന്ന് തന്നെ നിഷേധിക്കാമായിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അപകടമുണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, സർവോദയ ഇന്ത്യയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ അതിർത്തി കടന്ന് വെറും 177 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് മധുരയിലേക്ക് എത്ര ദൂരമോ അതുപോലെയാണ് അതിർത്തിയിൽ നിന്ന് സർഗോദയിലേക്കുള്ള ദൂരം. സോ ഇൻ കേസ് ഓഫ് എനി ഈവൻച്വലി എന്തും സംഭവിക്കാനുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷാ വിദഗ്ധരെ ഈ ദൗത്യം ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ അതിന്റെ കൃത്യമായ ഒരു രീതി. നിങ്ങൾ ട്രംപ് സാറിന്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായും കേൾക്കണമെന്ന് പറയും. പക്ഷേ അതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് 15 തന്നെ പറഞ്ഞിരുന്നു മീഡിയേഷൻ കാരണം വിഡ്രോ ചെയ്തുവെന്ന്. അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് അറിയിപ്പായിരുന്നു, ഐ എം നോട്ട് ഡൺ ഇറ്റ്, ഐ ഓൺലി ഹെൽപ്പ്. ട്രംപ് സാറിന്റെ കാര്യമെടുത്താൽ നോക്കൂ, ട്രംപ് സാറിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ട്രേഡ് ഡീൽ വെച്ചാണ് അദ്ദേഹം പേടിപ്പിച്ചതെന്ന്. മോദിജിയെ അത് പറഞ്ഞാണ് പേടിപ്പിച്ചതെന്ന്. കോൺഗ്രസ് നേതാക്കളുടെ കാര്യമെടുത്താൽ 1.5 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി എന്താണ് പറഞ്ഞത്? Why the defenders of democracy, Britain and America, are silent and that they are not interfering in India. അതായത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നു, അമേരിക്ക ആൻഡ് ഇംഗ്ലണ്ട് ഇവിടെ വന്ന് ഇന്റർഫെയർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നു. പക്ഷേ ട്രംപ് സാർ 2024 ഡൊണാൾഡ് ട്രംപ് when he was running for the presidency election, മോദിജിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? മോദിജി എന്ന വ്യക്തി വളരെ നല്ല മനുഷ്യനാണ്, പക്ഷേ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കർക്കശക്കാരനാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് എന്താന്ന് വെച്ചാൽ, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹം പറഞ്ഞു അത് ഗസ് ചെയ്യാൻ ഏത് രാജ്യമാണെന്ന്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ മോദിജി പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന്. നമ്മൾ പലതവണ മനസ്സിലാക്കി കൊടുത്തതാണ്. വേണ്ടി വന്നാൽ ഇനിയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ പറയൂ, സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ഞാനും ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, കാരണം അറിയിപ്പ് റെക്കോർഡായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നോക്കാം. അത് ഞാനിപ്പോൾ എല്ലാവരെയും കാണിക്കാൻ പോയാണ്. ഇത്രത്തോളം He's the nicest human being. But we had a couple of occasions where somebody was threatening India. I said, let me help. I'm very good with those people. Let me help. I will do it. I will do it. Then I will do anything necessary. We've defeated them for hundreds of years. Wow. He was talking about a certain country. Okay? Yeah. You can probably guess the country. Yeah. You know the country. But I said, whoa, what happened there?
അദ്ദേഹം മോദിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മോദി പറഞ്ഞു താങ്കൾ എന്നെക്കുറിച്ച് സങ്കടപ്പെടേണ്ട, ഞാൻ നോക്കിയോളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ട്രംപിന്റെ മറ്റൊരു പ്രസംഗം കേൾക്കൂ. 8 മെയ് 7th മെയ് മറ്റൊരു അറിയിപ്പുണ്ടായിരുന്നു. 8th മെയ് ട്രംപിന്റെ അറിയിപ്പ് എന്താന്ന് വെച്ചാൽ ടിറ്റ് ഫോർ ടാറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ടിറ്റ് ഫോർ ടാറ്റിന് എന്താണ് അർത്ഥം? നമ്പർ 1, ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റൻസ് ദാറ്റ് പെഹൽഗാം ഈസ് ഡൺ ബൈ പാകിസ്ഥാൻ. ടിറ്റ്. പിന്നെ ടാറ്റിന്റെ അർത്ഥം ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിർത്താൻ. ഇത് അംഗീകരിക്കാമല്ലോ? ഇല്ല, ഇത് അംഗീകരിക്കില്ല. ഈ ഒരു നിർദ്ദേശവും അംഗീകരിക്കില്ല. പിന്നെ ട്രംപ് എന്താ പറഞ്ഞെന്ന് വെച്ചാ 1000 വർഷം ഇന്ത്യ, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ, അതിനിടയിൽ കാശ്മീർ, ആ പ്രശ്നം ഉണ്ടായിരുന്നെന്ന്. പക്ഷെ പാകിസ്ഥാൻ നിലവിൽ വന്ന് 57 വർഷം കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാനിൽ പറയുന്നത് 1000 വർഷം മുമ്പാണെന്നാണ്. ഈവൻ കാശ്മീരിലും ഇസ്ലാമിന്റെ തുടക്കം 1339-ൽ ഷാമീറിന്റെ കാലത്താണ് ഉണ്ടായത്. അതിനു മുമ്പ് കാശ്മീരിൽ പേരും ഇസ്ലാമും ഇല്ല. ആരാണ് പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിക്കുന്നത് 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്? അവരോട് പറയാണ് നമ്മൾ 2025-ലാണെന്ന്. 1000 വർഷം മുമ്പ് ഒരു സംഭവമുണ്ടായി. 1025-ൽ സോംനാഥ് നശിച്ചു. പിന്നൊരു വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിൽ സോംനാഥ് ക്ഷേത്രം വീണ്ടും പണിതപ്പോൾ ഒരുപാട് പേർ അതിനെ എതിർത്തിരുന്നു, നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി പോലും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ അതിനെ തങ്ങളുമായി കൂട്ടിയിണക്കുന്നു. പിന്നെ മഹ്മൂദ് ഗജനിയാണ് അത് പണിതത്, അതിന്റെ പേരിൽ മിസൈലിന്റെ പേര് ഗജനി എന്ന് വെച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ട്രംപിനിത് മനസ്സിലാകും, അതായത് ഇത് എത്ര സീരിയസ് ആയ കാര്യമാണെന്ന്. പിന്നെ ഈ കാര്യം തന്നെയാണ് അസീം മുനീറും പറഞ്ഞത്, ഇത് ശരിയല്ലെന്ന്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ സൈന്യത്തലവൻ പറഞ്ഞു, അതായത് കുറ്റവാളി തന്നെ കുറ്റം സമ്മതിക്കുന്നു, എന്നാലും കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്താൻ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കുറ്റവാളി തന്നെ സമ്മതിച്ചല്ലോ, ഇത് ഞങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യം. പിന്നെന്താണ് ഇവർക്കൊക്കെ പ്രശ്നം? സാർ, ഇവിടെ പരാതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അവരെ ആക്രമിക്കാൻ പോവുകയാണ്, എല്ലാ തീവ്രവാദ കേന്ദ്രവും തകർക്കുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ എത്രയോ പ്ലെയിനുകൾ നശിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ആയുധങ്ങളും ഇല്ലാതാക്കിയെന്ന് പറയുന്നു. ബരാക് ഒബാമ സാർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകമായ പ്രോമിസ് ലാൻഡിൽ എഴുതിയിട്ടുണ്ട്. പേജ് 41 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ എപ്പോഴും നെർവസ് ആയ ആളാണെന്നാണ്. അദ്ദേഹം ഒരു സ്റ്റുഡന്റിനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ടീച്ചറെ ഇംപ്രസ് ചെയ്യാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് പലതും അറിയാമെന്ന് അദ്ദേഹം ഭാവിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്ന ഈ കാര്യം, അതായത് അദ്ദേഹം ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വികാരങ്ങളിലാണ് ഇൻസ്പയർ ആയത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. ജയശങ്കർ സാറിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഒരു ദ്രോഹിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ഈ വിഷയത്തിൽ വിദേശ മന്ത്രാലയത്തിലെ സമിതിയിൽ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നു. അതായത് അന്ന് 19 മെയ് എന്നൊരു സിറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാനും അതിൽ മെമ്പറാണ്. അതൊരു നല്ല സിറ്റിംഗ് ആയിരുന്നു. 24 MP-മാർ അതിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് അവരോട് പോയി പറയണമായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ രാത്രി 1:30 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം രാത്രി 1:30-ക്ക് സ്റ്റാർട്ടായി. അവിടെ 1:27-ന് അവസാനിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് പാകിസ്ഥാനെ അറിയിച്ചു, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിച്ചുവെന്ന്. പൊതുജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തും അറ്റാക്ക് ചെയ്തിട്ടില്ല, നിങ്ങളുടെ എനർജിയിലോ സ്ട്രാറ്റജിക് സ്റ്റേഷനിലോ അറ്റാക്ക് ചെയ്തിട്ടില്ലെന്ന്, നിങ്ങളുടെ മിലിറ്ററി സ്റ്റേഷനിൽ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്കുള്ള തിരിച്ചടി ഞങ്ങൾ തന്നു കഴിഞ്ഞു, ഇത് നിങ്ങൾ വലുതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല, അവസാനിച്ചിരിക്കും. ഇത് മാത്രമേ പറയാനുള്ളൂ. അവർ അപ്പോൾ മറുപടി പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? ജയശങ്കർജി എന്താ പറഞ്ഞത്? ഇന്ന് ഇന്ത്യയുടെ നേതൃത്വം മോദിയുടെ കൈകളിലാണ്, അകത്ത് കടക്കും, നശിപ്പിക്കുകയും ചെയ്യും, കൊന്നു തള്ളിയതിനു ശേഷം പറയുകയും ചെയ്യും, ഞാൻ ചെയ്തു കാണിച്ചുവെന്ന്. ഞങ്ങൾ ഒളിഞ്ഞു നിന്നല്ല ആക്രമിച്ചിട്ട് വന്നത്. നമ്മുടെ MPs ഡെലിഗേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അകത്ത് കിടക്കും, തിരിച്ചടിക്കും, പറയുകയും ചെയ്യും, അതിനുശേഷം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന്. പക്ഷേ രാഹുൽ സാർ വളരെ അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ മോദി സാറിന്റെ രക്തം ക്യാമറയുടെ മുന്നിൽ മാത്രമേ തിളയ്ക്കാറുള്ളെന്നാണ് പറയുന്നത്. അതായത് മോദിജി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നൽകിയ ഈ സ്റ്റേറ്റ്മെന്റ്, ഇതിനു മുൻപ് തീവ്രവാദികളുടെ വിഷയത്തിൽ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ആലോചിച്ചു നോക്കൂ, 9/11 ശേഷം എന്താ പറഞ്ഞെന്നറിയോ? ജോർജ് ബുഷ് അവൻ എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊല്ലൂ എന്നാണ്. ഈ ഭൂമിയിൽ അവൻ എവിടെ പോയി ഒളിച്ചാലും തേടി കണ്ടുപിടിച്ച് കൊല്ലുമെന്നാണ്. അതാണ് നമ്മുടെ രീതി. മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് മോദിജി പറഞ്ഞു തലച്ചോറ് തണുത്തിരിക്കും, ചോര തിളയ്ക്കുമെന്ന്. ബ്രെയിൻ കൂളായതുകൊണ്ടുള്ള ഫലം നിങ്ങൾ കണ്ടതല്ലേ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷവാസ് ഷെരീഫ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് ഓൺ റെക്കോർഡ്. 9-10 അർദ്ധരാത്രി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ജനറൽ ആസിഫിനെ അദ്ദേഹം പാതിരാത്രിക്ക് എഴുന്നേപ്പിച്ച് പറഞ്ഞത്, അതായത് ബദ്രെ ആദം സാഹബ്, ഇന്ത്യ നമ്മുടെ പല ബേസുകളും ആക്രമിച്ചിരിക്കുന്നു, പിന്നെ നോർക്കോൺ എയർവേസിൽ മിസൈൽ വർഷിച്ചിരിക്കുന്നു എന്ന്. അതായത് ഇത് കൂളായ ബ്രെയിൻ തിളയ്ക്കുന്ന രക്തം ഉപയോഗിച്ച് ചെയ്തതാണ്. പിന്നെ പ്രധാനമന്ത്രി മോദിജി ഏത് സ്ട്രാറ്റജിയോടെയാണ് ഈ വിഷയങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തത്? ചൈനയുടെ മിസൈൽ നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, PL-15, അവിടെ പോയി ചെക്ക് ചെയ്യൂ. അതിന്റെ പേരാണ് AVIX, ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ചൈനാസ് എന്ന് പറയും, ചെങ്ഡൂം. അതിന്റെ ഷെയർ 9% ഡൗണായി. ഇനി പറയാം, അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതായത് J-17, അത് നിർമ്മിക്കുന്നവരുടെ ഷെയർ എത്രയെന്ന് വെച്ചാ 12%. അതായത് പാകിസ്ഥാന്റെ ഷെയർ 7 to 8% ഡൗണായി. ഇത് മാത്രമല്ല സംഭവിച്ചത്, ചൈനയിലെല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അവരവരുടെ ഷെയർ മുകളിലേക്ക് കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടത്തി, പക്ഷേ നടന്നില്ല. അവരുടെ ഡിഫൻസ് ഷെയർ 6% താഴ്ന്നു. സോ നിങ്ങളിത് മനസ്സിലാക്കണം, എത്ര സീരിയസ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം മോദിജി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ എത്രത്തോളം മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭമായിരുന്നു. ഞാനതിന് മറ്റൊരു ഉദാഹരണം പറയാം. എത്ര പ്ലാനോടുകൂടിയാണ് ഓരോ കാര്യവും ചെയ്തിരിക്കുന്നതെന്ന് അപ്പം മനസ്സിലാവും. അവിടെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ഹാഫിസ് സൈഫുള്ള. 2006 അതായത് CRPF ക്യാമ്പില് ടെററിസ്റ്റ് അറ്റാക്ക് നടത്തി. പിന്നെ അവിടെ നടന്ന ഒരുപാട് അറ്റാക്കുകളിൽ അയാളുടെ പേര് ഉണ്ടായിരുന്നു. RSS ഹെഡ്ക്വാർട്ടേഴ്സും ആക്രമിച്ചു. ആരോ അയാളെ കൊന്നുകളഞ്ഞു. ഇപ്പോ കാര്യം എന്താന്ന് വെച്ചാൽ, അവിടെയുള്ള ഗവൺമെന്റിന്റെ മതിപ്പ് കൂടുന്നതിന് പകരം കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ നമ്മുടെ ഈ രാജ്യത്ത്. ആരാണെന്ന് നിങ്ങളുടെ പാർട്ടി? അല്ലല്ലല്ല, അവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് ആരാന്ന് പറയുക? നിങ്ങളിൽ ആരെങ്കിലും ഉത്തർപ്രദേശോ മധ്യപ്രദേശോ സ്വദേശിയാണെങ്കിൽ ബുന്ദേൽഖണ്ഡിൽ ഒരു ആലാപ് പാടാറുണ്ട്. ആലാവുദൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ലൈൻ, बड़े लड़ैया मुहबे वाले जय की मार सही ना जाए, एक का मारे दुई मर जावे, तीसर खौफ खाए मर जाए. അന്ന് ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞതും അതോടെ ലഷ്കർ ഇ തൊയ്ബയും ജെയ്സെ മുഹമ്മദും ഫിനിഷ്. പിന്നെ അവരെങ്ങനെ മരിച്ചു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞാൻ ബ്രഹ്മോസിനെ കുറിച്ചുള്ള ഒരു കമന്റ് വായിച്ചിരുന്നു. അതായത് പാകിസ്ഥാനിലുള്ളവർ മോദിയോട് പറയാണ്, ഞങ്ങൾക്കൊരു ബ്രഹ്മോസ് അയച്ചു തരൂ. അതിന് എത്രയാണെന്ന് ചോദിച്ചു. അതിന് ഇദ്ദേഹം പറയുന്നു, അഡ്രസ് അയച്ചു തരും, ഞാൻ ഫ്രീ ആയിട്ട് തരാം. അല്ല, നിങ്ങൾക്കറിയുമായിരിക്കും ജെയ്ഷ് മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ പേര് സുബാനള്ള. മോദിജി ബ്രഹ്മോസിനെ എങ്ങനെയാണ് അയച്ചെന്ന് വെച്ചാൽ, എപ്പോഴും അവർ അവിടെ നിന്നാണ് തീവ്രവാദ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഡൽഹി, മുംബൈ, ചണ്ഡീഗഡ്, ഗുവാഹട്ടി, ചെന്നൈ, ലക്നൗ, വൈഷാബാദ്, വാരണാസി, ജയ്പൂർ, സൂറത്ത്, നാഗ്പൂർ. തീവ്രവാദ ആക്രമണം നടത്താത്ത ഒരു സ്ഥലമെങ്കിലും പറയൂ. തീവ്രവാദ ആക്രമണങ്ങൾ നടത്തും, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സുബാനള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് മോദിജി അതിന് തിരിച്ചടിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരവിടെ ഇരുന്നുകൊണ്ട് യാ അള്ള എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ചോദ്യം ചോദിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് POKയിൽ തീവ്രവാദി കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പിന്നീട് ഈ അഭിപ്രായം മാറാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അതായത് എന്റെ അഭിപ്രായത്തിൽ ഇതിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിക്കോ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമേ നൽകാൻ കഴിയൂ. പക്ഷേ ഈ വാക്ക് മാറ്റുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തുടക്കം മുതലുള്ളതാണ്. അദ്ദേഹം അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ മുതലുണ്ടല്ലോ. ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സൈന്യം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഒന്നും പറയാതിരുന്നാൽ മതി. ബരാക് ഒബാമ അദ്ദേഹത്തിന്റെ പുസ്തകമായ പ്രോമിസ് ലാൻഡിൽ എഴുതിയിട്ടുണ്ട്. 2010 മൻമോഹൻ സിംഗ് പറഞ്ഞ വിഷയത്തെ ബേസ് ചെയ്ത് 2008 ഇന്ത്യൻ സൈന്യം നടപടിയെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ഇതുമൂലം BJPക്ക് നന്മയുണ്ടാവുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ തടഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ, അദ്ദേഹം 15 ജൂലൈ 2012 അദ്ദേഹം പറഞ്ഞു തീവ്രവാദത്തെ പൂർണ്ണമായി നശിപ്പിക്കാനാവില്ലെന്ന്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സ്റ്റോപ്പ് ദ ടെററിസം അറ്റ് ഓൾ ദ ടൈംസ്. പക്ഷേ നിങ്ങൾക്കറിയാം, മോദിജിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ എവിടെയൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നോ, അതായത് കാശ്മീരിൽ 4 ജില്ലകളിൽ അത് തടയുന്നതിൽ അദ്ദേഹം വിജയിച്ചു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രി മോദിജി പറഞ്ഞു, കോൺഗ്രസിനോടാണ് പറഞ്ഞത്, സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. അതായത് എന്നിൽ मेरी हिम्मत को सराहो, मेरे हमराही बनो, मैंने एक शम्मा जलाई है हवाओं के खिलाफ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മൾ സുധാംശു ത്രിവേദിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. जिससे कोई गलती ना हो भगवान, जिससे गलती हो जाए वो इंसान, जो जानबूझ के गलती करे वो बेईमान, और जो गलती पे गलती करके पिटाई पे पिटाई झेलता रहे वो पाकिस्तान. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച്, അതായത് BJP ഗവൺമെന്റിനെ കുറിച്ചുള്ള പരാതികളെ കുറിച്ചാണ്. ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു സീനിയർ മെമ്പറാണ്, സുധാംശു ത്രിവേദി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പാകിസ്ഥാന്റെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഭാരതം പറഞ്ഞു പറ്റിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ്. ബിലാവൽ ഭുട്ടോ ഫോറിൻ മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. രാത്രിയിൽ എന്തിനാണ് ആക്രമിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാത്രി ഇരുട്ട് സമയത്ത് കള്ളന്മാരല്ലേ ആക്രമിക്കുന്നത്? ഇതിനാണ് ജയശങ്കർ സാർ പറഞ്ഞത്, ഞങ്ങൾ ഒളിഞ്ഞും പാത്തുമല്ല, നേരെ നെഞ്ചു വിരിച്ചുകൊണ്ടുപോയി ആക്രമിക്കുമെന്ന്. പിന്നെ ആരെയാണ് ആക്രമിച്ചത്? ആരെയും ആക്രമിച്ചില്ല, തീവ്രവാദികളെ മാത്രം. പ്രതിരോധ മന്ത്രി ശ്രീനഗറിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം രാമചരിതത്തിലെ സുന്ദരകാന്ഡത്തിലെ 4-ാം ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഹനുമാൻ അശോകവനത്തെ നശിപ്പിക്കും. അപ്പോൾ അദ്ദേഹം രാവണനെതിരെ വരുമ്പോൾ, നീ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിൻമുഹിമാരെ കൈപ്പർ വാന്തേ തനേ തുമാരെ. ആരാണോ എന്നെ അടിച്ചത്, ഞാൻ അവരെയാണ് തിരിച്ചടിച്ചത്. എന്നെ അടിച്ചവരെ ഞാൻ തിരിച്ചടിച്ചു, എന്നെ അടിക്കാത്തവരെ ഞാൻ അടിച്ചില്ല. മറ്റൊരു കാര്യം പറയാം, ജനങ്ങൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ടാ നിൽക്കുന്നതെന്ന്. രാമായണത്തിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാം. ഹനുമാൻ സ്വാമി ലങ്ക കത്തിച്ചിട്ട് വന്നു, അശോകവനത്തെയും നശിപ്പിച്ചു. ഹനുമാൻ എല്ലാം നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. സീത എതിരെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 മാസം കൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ആ രാക്ഷസൻ വലിയ ശക്തിമാനാണെന്ന്. നിങ്ങൾ വെറും വാനരന്മാരല്ലേ എന്ന്. है सुत कपि सब तुम्हि समाना, जात उधार अतिभट बलवाना, मोरे हृदय परम संदेहा. ഹനുമാൻ സ്വാമി ते सुनि कपि प्रकट कीन निज देहा. फिर वो देह क्या दिखाई थी? कनक भूधरा कार शरीरा, समर भयंकर अति बलबीरा. ആദ്യം അദ്ദേഹം തെളിയിച്ചു, എന്നിട്ട് അവസാനം എന്താ പറഞ്ഞെന്നറിയോ? अब ही मां तुम्हें जायूं लेवाई. ഇപ്പൊ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയും, ലങ്കയെ നശിപ്പിച്ചുകൊണ്ട്. प्रभु आयस नहीं राम दोहाई. ഇതുകൊണ്ട് നമ്മുടെ പ്രഭുവിനും നമ്മുടെ സൈന്യത്തിനും യാതൊരു നേട്ടവും ഉണ്ടാവില്ല. എനിക്കിതെല്ലാം ഇന്ന് തന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് വിജയിക്കുകയും വേണം, പ്രശസ്തിയും ഉണ്ടാകണം. അതാണ് മോദിജി. വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. നിങ്ങളെല്ലാരും ഈ കാര്യം കേട്ടുകാണും. സിന്ധിൽ, പാകിസ്ഥാനിലെ സിന്ധിൽ, അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്ന കാര്യമാണ്. അവിടുത്തെ ഹോം മിനിസ്റ്ററിന്റെ വീട് കത്തിച്ചു കളഞ്ഞു. അവിടുത്തെ മിലിറ്ററി കോൺവെയർ നിർത്തി. വീഡിയോ തെളിവുണ്ട്. നമ്മൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പോകണമെന്ന്. ശത്രു അവരല്ലേ? അവിടെ ഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബംഗ്ലാദേശിൽ, ഇന്ന് സിന്ധ് ദേശം രൂപീകരിക്കുമെന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? വെള്ളം നമ്മൾ നിർത്തിയില്ലേ? വെള്ളം നിർത്തിയതുകൊണ്ട് എന്താണ്? അതിൽ മറ്റൊരു ടെക്നിക്കായ ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ചോദിക്കും, ഇനിയും ഡാം നിർമ്മിച്ചിട്ടില്ലെന്ന്. ഇല്ല, ഡാം നിർമ്മിച്ചിട്ടില്ല. പക്ഷേ ഇന്റർസിറ്റിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളജിക്കൽ ഡേറ്റ നൽകുന്നത് നിർത്തി. അതായത് എത്ര ജലമുണ്ടെന്ന് പറയും. പക്ഷെ നമ്മളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ 55 മീറ്റർ ഉയരും, ചില സമയത്ത് 9 അടിയിൽ വന്ന് നിൽക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കുറച്ച് കുറവാണ്. ഇപ്പൊ പാകിസ്ഥാനും പഞ്ചാബിനും ഇടയ്ക്ക് ഒരു കനാൽ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിന്ധിൽ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് പ്രശ്നമുണ്ടാവുന്നത്. വെള്ളം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കണമെന്ന്. ഇത് ഞാൻ ഒരു വരിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. दरिया का सारा नशा उतरता चला गया. അതായത് മോദിജിയാണ് പറഞ്ഞത്, दरिया का सारा नशा उतरता चला गया, तुम मुझको डुबाता रहा और मैं उभरता चला गया. പിന്നെ പാകിസ്ഥാൻ മിലിറ്ററിക്ക് മറ്റൊരു ലൈനുണ്ട്. वो पैरवी तो झूठ की करता चला गया, बस उसका चेहरा उतरता चला गया. സുധാംശു സാർ, പാകിസ്ഥാനിലെ മിലിറ്ററി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അവരുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ ജലം നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസം ഞങ്ങൾ നിർത്തലാക്കുമെന്ന്. അതായത് ഈ കാര്യം ഹാഫിസ് സയ്യദാണ് പറഞ്ഞത്. അതായത് ഒരു വ്യത്യാസവുമില്ല. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഔദ്യോഗിക വക്താവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? അഹമ്മദ് ഷെരീഫ്. പിന്നെ അദ്ദേഹം എത്ര വലിയ ഉത്തമനാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ അച്ഛൻ വാലിദ്,
അദ്ദേഹം യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിൽ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണ്. കാരണം 2000 അദ്ദേഹം ഒസാമ ബിൻ ലാദന് ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കാൻ സന്നദ്ധനായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പാകിസ്ഥാന്റെ മിലിറ്ററി യൂണിഫോമിൽ എത്ര വലിയ തീവ്രവാദമുണ്ടെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഒരു പുസ്തകമുണ്ട്, ന്യൂക്ലിയർ ജിഹാദ്. അത് അമേരിക്കയുടെ അസിസ്റ്റന്റ് ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് ഡഗ്ലസ് ഫ്രാൻസ്, FRANTS, പിന്നെ കാത്രിൻ കാളിൻ, അവർ രണ്ടുപേരും ചേർന്നാണ് 2007 ഈ പുസ്തകം എഴുതിയത്. ഒന്ന് ചാപ്റ്റർ നമ്പർ 5, പേജ് നമ്പർ 40. ആ ഫുൾ ചാപ്റ്ററിൽ പാകിസ്ഥാൻ പൈപ്പ് ലൈൻ, പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, അവിടുത്തെ അവസ്ഥകൾ, ഇത് ലൈറ്റർ വേയിൽ പറയുകയാണെങ്കിൽ जिससे कोई गलती ना हो भगवान, जिससे गलती हो जाए वो इंसान, जो जानबूझ के गलती करे वो बेईमान, और जो गलती पे गलती करके पिटाई पे पिटाई झेलता रहे वो पाकिस्तान. പക്ഷേ സുധാംശു സാർ, അവർ ധാരാളം പ്രോപ്പഗണ്ടകൾ ചെയ്തു, പല വീഡിയോസും ചെയ്തു. സ്കൈ ന്യൂസിൽ, അതുപോലെ ലോകത്തുള്ള പല ചാനലുകളിലും പല വീഡിയോകളും അവർ കാണിച്ചു. അവരെങ്ങനെയാണ് ഇന്ത്യയുടെ എയർ ബേസുകൾ അറ്റാക്ക് ചെയ്തത് എന്നുള്ള വീഡിയോകൾ. അതുമാത്രമല്ല, അതങ്ങ് സിർസ വരെ എത്തുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള 2 കാര്യങ്ങളുണ്ട്. അവർക്ക് വലിയ പ്രൊപ്പഗണ്ട സിസ്റ്റം ഉണ്ട്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യക്കാരിയായ ഒരു വിമൻ എയർഫോഴ്സ് പൈലറ്റിനെ അവർ അറസ്റ്റ് ചെയ്തെന്ന്. PTV ആണ് പറഞ്ഞത്, ദ സോസ് കൈൻഡ് ഓഫ് അറസ്റ്റഡ് എന്ന്. സ്കൈ TV പറഞ്ഞു സോസ് ഇസ് സ്കൈ TV എന്ന്. അവസാനം പാകിസ്ഥാന്റെ മിലിറ്ററി പ്രസ് കോൺഫറൻസിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. വിഷമുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ മീഡിയയിൽ ഇന്ത്യയിലെ എത്രയോ നേതാക്കളുടെ, ഒരുപാട് യൂട്യൂബേഴ്സ്, എത്രയോ ഇൻഫ്ലുവൻസസിന്റെ പ്രസ്താവനകൾ കോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാന വാർത്തകളും പാകിസ്ഥാൻ പാർലമെന്റിൽ കോട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ബ്രീഫിംഗിൽ അത് പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ രേഖകൾ സമർപ്പിക്കുന്നു. അവർ കൊടുത്തത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ. രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, ഞങ്ങൾ ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകളാണ് നശിപ്പിച്ചതെന്ന്. നിങ്ങൾ പ്രധാനപ്പെട്ടൊരു വേർഡ്, അതായത് തീസ്മാർ ഖാൻ. തീസ്മാർ ഖാൻ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീസ്മാർ ഖാൻ എന്താന്ന് വെച്ചാൽ ഒരാളുണ്ട്, അദ്ദേഹം എന്താ പറയുകയെന്ന് വെച്ചാൽ, തീസ്മാർ ഖാൻ അദ്ദേഹം ഒറ്റയടിക്ക് 30 പേരെ കൊന്നിട്ടുണ്ട്. ഒറ്റയടിക്കോ? ആ 30 പേരെ ആരൊക്കെയാ? 30 ഈച്ചകളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തീസ്മാർ ഖാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പാകിസ്ഥാന്റെ ക്ലൈം ഒരു ഫാക്ച്വലിസമാണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് എഴുതുന്ന പത്രമല്ല. ഇതുവരെ മിക്കവാറും എല്ലാ റൈറ്റിംഗും നമുക്കെതിരായിട്ടാവും ഉണ്ടാവുക. 14th May ന്യൂയോർക്ക് ടൈംസ് നോക്കൂ, അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ എന്തൊക്കെ ഡാമേജ് ചെയ്തെന്ന് പറയുന്നോ അത് സാറ്റലൈറ്റ് പിക്ചറിൽ വളരെ കൃത്യമായി കാണുന്നുണ്ടെന്ന്. പിന്നെ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആദംപൂർ എയർവേസ് ഫിനിഷ് ചെയ്തെന്ന്. അവിടെ പ്രൈം മിനിസ്റ്റർ ചെന്ന് നോക്കി, അവർ പറഞ്ഞത് F-400 തകർത്തു എന്നാണ്. അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഇൻഡാക്റ്റും അറിയാം. പക്ഷേ ന്യൂട്രൽ അബ്സർവേഴ്സ് അവര് പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്താ പറയുക, പാകിസ്ഥാൻകാർക്ക് ഈ മുഗളീയ ജീവിതം ജീവിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. आओ बच्चों तुम्हें दिखाएं झांकी हिंदुस्तान की, इस मिट्टी से तिलक करो ये धरती है बलिदान की. സേനാനികളുടെ മണ്ണാണ്. 54 ഫിലിം ജാഗൃതി. അതിന്റെ റീമേക്കായി 1955 പാകിസ്ഥാനിൽ ഒരു സിനിമ എടുത്തു, ബേദാരി. അതിൽ ഇതുപോലൊരു പാട്ടുണ്ടായിരുന്നു, ഇതേ വേർഡ്സ് വെച്ച് ഒരു പാട്ടുണ്ടായിരുന്നു. आओ बच्चों सैर कराएं तुमको पाकिस्तान की, जिसकी खातिर हमने दी कुर्बानी लाखों जान की. ഇപ്പൊ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ പാകിസ്ഥാനിൽ തന്നെ അത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പൊ പറയുന്നു, आओ बच्चों सैर कराएं तुमको पाकिस्तान की, यहां तो क्लाशनिकोव भी मिलती है अब कीमत में नान की. എന്നിട്ട് അവർ പറയും, आओ बच्चों सैर कराएं तुमको पाकिस्तान की, ना बिजली ना पानी है और ना हिफाजत जान की. സുധാംശു സാർ, കോൺഗ്രസിൽ ഒരു നേതാവുണ്ട്, വിജയ് ഭട്ടേട്ടിദാർ. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഒരു MLA ആണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ വളരെ വില കുറഞ്ഞ ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷേ നമ്മൾ അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി 15-20 ലക്ഷം രൂപ വിലയുള്ള മിസൈലുകളാണ് അയച്ചതെന്ന്. അല്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തറിയാനാണ് ഏത് മിസൈൽ എന്തിനു വേണ്ടിയാണ് ലോഞ്ച് ചെയ്തതെന്ന്? ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ഈ നേതാക്കൾ എന്താ ചെയ്യാന്നറിയോ? ഇത് എത്രത്തോളം ഞാൻ എങ്ങനെ പറയാ, അതായത് ഈ കോവിഡ് വീണ്ടും വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ വൈറസ് ഉണ്ടല്ലോ, അത് മ്യൂട്ടേറ്റ് ചെയ്യും. അതതിന്റെ ജീനോം സീക്വൻസ്, ഇതിന്റെ മ്യൂട്ടേറ്റ് വളരെ വിചിത്രമായതാണ്. പിന്നെ റാഫേൽ വരുമ്പോൾ എയറോനോട്ടിക്സ് എക്സ്പേർട്ട് ആവും. കോവിഡ് വരുമ്പോൾ സെല്ലുലർ മൈക്രോബയോളജീസ് എക്സ്പേർട്ട് ആവും. അത് ലോഞ്ചായെന്ന് പറഞ്ഞാൽ ഇത്ര വേഗം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അപ്പോൾ അവർ സ്ട്രാറ്റജിയിൽ എക്സ്പേർട്ടായെന്ന് പറയുന്നുണ്ടല്ലോ. രാമക്ഷേത്രം ഉദ്ഘാടനം നടക്കുമ്പോൾ അവർ മുഹൂർത്തത്തിൽ എക്സ്പേർട്ടായി. പിന്നെ ബാലിസ്റ്റിക്കിൽ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറയാം, എനിക്കറിയാം.
മിലിറ്ററിയിലെ ചില ഉത്തരവാദിത്തമുള്ള ഓഫീസേഴ്സ് ഈ കാര്യത്തിൽ ഫ്രാക്ചറൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ചെറിയ ചെറിയ ഡ്രോൺസ് വരികയാണെങ്കിൽ വെടിവെച്ച് താഴെയിടാം. അതിനേക്കാളും വലിയ ഡ്രോൺസ് വന്നാൽ റോക്കറ്റ് കൊണ്ട് താഴെയിടാൻ. എല്ലാത്തിനും അതിന്റെ ആവശ്യമില്ല. ഈച്ചയെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സൈന്യം എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത്. അതായത് അത്ര പ്രൊഫഷണലായാണ് നമ്മുടെ മിലിറ്ററി പ്രവർത്തിച്ചത്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ വളരെ വിഷമത്തോടെ പറയുകയാണ്. ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ നമ്മളെക്കാളും വളരെ സ്ട്രോങ് ആണ്. എന്തിലാന്ന് ചോദിക്കൂ. പാകിസ്ഥാനിൽ അവരുടെ സൈന്യത്തിന്റെ ഓപ്പറേഷനെക്കുറിച്ച് യാതൊരു ചോദ്യവും ഉണ്ടായിട്ടില്ല. യൂട്യൂബേഴ്സ് ആണെങ്കിലും ശരി, ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ശരി, നേതാക്കളാണെങ്കിലും ശരി. പക്ഷേ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചേ പറ്റൂ. പ്രധാനമന്ത്രി വളരെ ആത്മാർത്ഥതയോടെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. 7 ഡെലിവേഷൻ അയച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരുമിച്ചാണ്. ഈ ലോകം അത് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ നമ്മളുടെ ഈ പ്രസ്താവനയെ ഉപയോഗിക്കുന്നുവെന്ന്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാനൊരു ഫാക്ടോട് കൂടിയാണ് പറയുന്നത്. ചർച്ച ചെയ്ത് തീരുമാനിച്ചത് പാകിസ്ഥാനിൽ വെച്ചാണ്. പിന്നെ ഈ കാര്യം FBI-യിൽ, അതായത് അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷനിലും വന്നിട്ടുണ്ട്. മുൻപേ തന്നെ IBB പറഞ്ഞതാണ് പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിലെന്ന്. പെട്ടെന്ന് U-ടേൺ എടുത്ത് ഹിന്ദു തിയറി പറഞ്ഞു. പാകിസ്ഥാൻ കോട്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടില്ലേ ഇന്ത്യ ഞങ്ങൾക്കെതിരെ ഇതൊക്കെ ചെയ്യുന്നുവെന്ന്. അപ്പോൾ 26/11-ൽ മസൂദ് അസറാണ് ജയിച്ചത്. അപ്പോൾ ഇവരുടെ നേതാക്കളുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ 24/11 ഈസ് RSS കോൺഫറൻസ്. അസീസ് ബർണീസ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം വേറെ. പാകിസ്ഥാൻ അത് ശ്രദ്ധിക്കാൻ പറയുന്നു. സോ പ്രോബ്ലം എന്താ? പാകിസ്ഥാന് കവർ ഫയർ. പവറിലുള്ളപ്പോൾ കൊടുക്കുന്നു. അതായത് പാകിസ്ഥാന് കവർ ഫയർ. പ്രതിപക്ഷത്താണെങ്കിലും അത് കൊടുക്കും. ഞാൻ വളരെ വിനയത്തോടൊരു കാര്യം പറയാണ്. ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 62 യുദ്ധങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റിനെ കോട്ട് ചെയ്തത് ജൻസംഘ് മാത്രമാണ്. അന്ന് ഞങ്ങളുടെ പേര് ജൻസംഘ് എന്നാണ്. രാഷ്ട്രീയ സ്വയം സേവകും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. 26 ജനുവരി 1963-ൽ റിപ്പബ്ലിക് ഡേ അന്ന് ഇൻവൈറ്റ് ചെയ്തു. സോ 1963 വാറിൽ ജൻസംഘ് ഇല്ല. ലാൽ ബഹദൂർ ശാസ്ത്രി ഓൾ പാർട്ടി മീറ്റിംഗിൽ രണ്ടാമത്തെ ചർച്ചയ്ക്ക് ഗുരു ഗോൾവൽക്കറെ ക്ഷണിച്ചു. 1971 വാറിൽ എങ്ങനെയാണ് അടൽജി ഇന്ദിരാഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്തത്? അത് ഇപ്പോഴും കോൺഗ്രസ് കോട്ട് ചെയ്ത് നടക്കുന്നുണ്ടല്ലോ. 1995-ലെ ജനീവയിൽ അന്ന് പാകിസ്ഥാൻ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന അടൽജി നരസിംഹറാവു സർക്കാരിനെ പിന്തുണച്ചിരുന്നു. അതായത് നരസിംഹറാവു ഗവൺമെന്റിനെ എല്ലാ രീതിയിലും പിന്തുണച്ചു. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. 2013-ൽ നവാസ് ഷെരീഫ് മൻമോഹൻ സിംഗിനെ കുറിച്ച് മോശമായി സംസാരിച്ചു. അന്ന് മോദിജി പറഞ്ഞു 140 കോടി ജനങ്ങളെക്കുറിച്ച് പറയാൻ അദ്ദേഹം ആരാണെന്ന്. പക്ഷേ ചില സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളുടെ പ്രോഗ്രാമിലായതുകൊണ്ട് പറയാ, ആപ്കി അദാലത്തിൽ. ഇതിൽ അടൽജിയുടെ പ്രോഗ്രാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കാണണം. അതിൽ രജത് സാർ അദ്ദേഹത്തോട് ചോദിച്ചു 71 വാറിൽ ദുർഗ എവിടെയാണെന്ന്, ഇന്ദിരാജിയോട്. അടൽജി പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തു, പക്ഷെ ദുർഗ എന്ന് പറഞ്ഞില്ല എന്ന്. അത് പത്രങ്ങളിൽ വന്നു. പിന്നീട് എഴുതി ഇന്ദിരാജിയുടെ വിശ്വസ്തൻ പിപ്പുൾ ജാക്കർജി എഴുതിയതാണെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് വന്നിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല എന്ന്. അദ്ദേഹം അന്നത്തെ കാലത്ത് ആർക്കായി, പ്രൊസീഡിംഗ് ഫോർ പാർലമെന്റ്, അവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കി അങ്ങനെയുള്ള ഒന്നും കണ്ടില്ല. അപ്പോ അടൽജി പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തത് സത്യം തന്നെയാണ്, ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നെ ദുർഗ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു പക്ഷേ പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, തീവ്രവാദികളെ വീണ്ടും അയക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? പ്രധാനമന്ത്രി മോദിജി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആന്റി ടെററിസം വിൽ ബി കൺസിഡർ ആക്ട് ഓഫ് വാർ. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. കാരണം 3 തവണയും നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ടാണ് പോയത്. പാകിസ്ഥാനെ നമ്മൾ എത്ര ദൂരം മുമ്പോട്ട് പോകാൻ വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പാകിസ്ഥാനിലെ ദൃശ്യങ്ങൾ നോക്കൂ. സിന്ധിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഹേവർ ബക്തുൽക്കായിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു. ആർമി ചീഫ് ഇപ്പോൾ എന്താണ് പറയുന്നത്? പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കോസാഫി 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. അതായത് കേബർ ബക്തുംകാലിൽ അവിടെയുള്ള താലിബാൻസ് ഉണ്ടല്ലോ, ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രോക്സി ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ പറയുന്നു പ്രോക്സി ഓഫ് ഇന്ത്യ എന്ന്. അതായത് ആ താലിബാൻസ് പറയുന്നത് പാകിസ്ഥാനിൽ ശരിയ ഇപ്പോഴും ആക്റ്റീവാണ്, പിന്നെ ഇത് പ്യൂർ ഇസ്ലാം അല്ല, കട്ടർ ഉണ്ടായിരിക്കും, സ്ത്രീകൾ പുറത്തു പോരുത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സെട്ര എക്സെട്ര. അവര് പറയുന്നത് അവരെ ഞങ്ങളുടെ കൂടെ ചേർക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇത് ക്ലിയർ ആണ്. 2 നേഷൻസിന്റെ തിയറി 15th ഏപ്രിലിനന്ന് ജൽവായ് ജലാൽ, ആസിഫ് മുനീർ അവർകൾ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? അഫ്ഗാനിസ്ഥാനിൽ, പിന്നെ ബലൂചിസ്ഥാനിൽ, അവിടെയൊക്കെ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? സിന്ധിൽ കലഹിക്കുന്നത് മുസ്ലിംസ് അല്ലേ? പിന്നെ കേബർ ബക്തംകാലായിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് മുസ്ലിംസ് തന്നെയല്ലേ? ഫാറ്റയിൽ
ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ്, ട്രൈബൽ ഏരിയ, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും മുസ്ലിംസ് അല്ലെന്നാണോ പറയുന്നത്? POKയിലും നടക്കുന്നുണ്ടല്ലോ. ബംഗ്ലാദേശിന്റെ അവസ്ഥയോ? അവിടെയുള്ളവരൊന്നും മുസ്ലിംസ് അല്ലേ? പിന്നൊരു കാര്യം കൂടി പറയാം. ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇവര് തന്നെ അവരോട് പറയുകയാണ്, വരൂ നമുക്ക് ഒരുമിക്കാം, 2 നേഷൻസും ശരിയല്ല, എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയാം. ഇപ്പൊ എനിക്ക് പാകിസ്ഥാന്റെ ശബ്ദം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സഹതാപം തോന്നുകയാണ്. അവർ പാകിസ്ഥാൻ മിലിറ്ററിക്ക് മുമ്പാകെ എങ്ങനെ കീഴടങ്ങിയിരിക്കുകയാണെന്ന് വെച്ചാൽ, कैद में है बुलबुल सयाद मुस्कुराए, रहा भी न जाए चुप रहा भी न जाए. പക്ഷേ അവിടെയുള്ള, അതായത് ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾ, പിന്നെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ, അവരുടെയൊക്കെ മനസ്സിൽ പാകിസ്ഥാന്റെ സ്ഥാനം എന്താണെന്നറിയാമോ? രജിസ്ട്രാർ, നിങ്ങൾക്ക് പഴയൊരു പാട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിച്ചു. रहते थे कभी जिनके दिल में हम जान से भी प्यारों की तरह, बैठे हैं उन्हीं के कूचे में पर आज गुनहगारों की तरह. പക്ഷേ ഭാവിയിൽ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, ഇനി അവര് ഇങ്ങനെ പറയൂ, कि स्वरूप धरे जीने के लिए बैठे हैं हजारों जहर पिए, ठोकर न लगाना हम खुद हैं गिरती हुई दीवारों की तरह. സുധാംശു സാർ, നമ്മുടെ മോദി സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്കറിയാം, അവരപ്പം മനസ്സിലാക്കും ഭാരത് മാതാ കീ ജയ്ന്ന്. 15 ആഗസ്റ്റ് 2016 തോന്നുന്നു, പ്രധാനമന്ത്രി ബലൂചിസ്ഥാൻ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഇംഗ്ലീഷ് ചാനലിൽ TV ഡിബേറ്റ് ഷോ നടത്തി. ബലൂചിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവായി വാഷിംഗ്ടൺ DC ആയ അഹമ്മദ് മുഫ്തി ഖാൻ ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജനറൽ സഫ്കത്ത് സെയ്ദ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം അതിൽ വന്നാൽ കണക്ട് ആവും. ആ സമയത്ത് ബലൂചിസ്ഥാൻ നേതാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ഫുൾ ഏരിയയിൽ there are countries which are having ethnic city and identify, like Uzbekistan having Uzbek identity, Kazakhstan having Kazakh identity, and Afghanistan having Afghan identity. Only one fake country in the region, which there is a no identity, that is Pakistan. അവിടെയുണ്ടായിരുന്ന പാകിസ്ഥാൻ റെപ്രസെന്റേറ്റീവ് അദ്ദേഹം പറഞ്ഞത്, വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്, ആർ യു നോട്ട് പാകിസ്ഥാനി? സോ ബലൂചിസ്ഥാൻ നേതാവ് പറഞ്ഞത്, ഐ ആം ബലൂച്ച്, ഐ ആം നോട്ട് എ പാകിസ്ഥാൻ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ ജനറൽ സൗക്കത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു ആർ നോട്ട് പാകിസ്ഥാനി, ആർ യു ഹിന്ദുസ്ഥാനി, വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അഹമ്മദ് മുഫ്തി ഖാൻ പറഞ്ഞത്, വി ആർ ബലൂച്ച്, വി ആർ നോട്ട് പാകിസ്ഥാനീസ്. ഞങ്ങളുടെ ഐഡന്റിറ്റി, ഞാൻ മലയാളത്തിൽ പറയാം, ഇംഗ്ലോച്ച്, അമ്മയുടെ സന്തതികളാണ്. ഇനി കേൾക്കൂ. ഇതിനുശേഷം പാകിസ്ഥാൻകാർ പറയുന്നു, ആ ഇംഗ്ലീഷ് ചാനലിൽ, മലയാളത്തിലല്ല, വാടാ പോടാന്ന് വരെ എത്തി. അദ്ദേഹത്തോട് പറയുന്നു, ഡോ, ഇംഗ്ലാജ് മാതാവിന് പകരം എന്താണ് ഭാരതമാതാവെന്ന് പറയാത്തതെന്ന്. ഇനിയാണ് കേൾക്കേണ്ടത്. അഹമ്മദ് മുഫ്തി ഖാൻ പറയുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങൾ ബലൂച്ച്, ഞങ്ങൾ പാകിസ്ഥാനികളല്ല, ഞങ്ങൾ ഇംഗ്ലാജ് മാതാവിന്റെ മക്കളാണ്. ഞാനിതെവിടെയും ഏത് സാഹചര്യത്തിലും പറയുകയും ചെയ്യും, ഭാരത് മാതാ കി ജയ്. അത് കഴിഞ്ഞ് അദ്ദേഹം ടെമ്പറായി, നീ മോദിയുടെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞതിന് അത് വളരെ ഡീപ്പായ ഒരു വികാരമാണ്. ഈ വികാരം എവിടുന്നാ വരുന്നതെന്നറിയോ? പ്രധാനമന്ത്രി കുറച്ചു ദിവസം മുമ്പ് കരുണാമയി ക്ഷേത്രത്തിൽ പോയിരുന്നു. ബിക്കാനേറിലേക്ക് പോയിരുന്നപ്പോ, കരുണാമയി ക്ഷേത്രം നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്, എലികൾ ഒരുപാടുണ്ട് അവിടെ. ഇന്ത്യ എങ്ങനെയാണ് ലയിക്കുന്നതെന്ന് നോക്കൂ. ഭാരത് മാതാ കി ജയ് എന്ന വികാരം എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ കരുണാമയി ക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ തൊഴുമ്പോൾ വൈഷ്ണവീ ദേവിയിലും നിങ്ങളുടെ ഭക്തി ലയിക്കും, പടിഞ്ഞാറ് കാമാക്ഷി ദേവിയിലും നിങ്ങളുടെ ഭക്തി ലയിക്കും, മധ്യത്തിൽ ബിന്ദുവാഷ്ണിയിലും ലയിക്കും, അതായത് കിഴക്ക് മുംബാദേവിയിലും ലയിക്കും, തെക്ക് കന്യാകുമാരിയിലും ലയിക്കും, രാജ്യം മുഴുവനും ഒരുമിച്ച് ലയിക്കും. അതായത് ധാക്കയിൽ ധാക്കേശ്വരിയോടും ലയിക്കും, പിന്നെ ബലൂചിസ്ഥാനോടൊപ്പം ഇംഗ്ലാജ് ദേവിയിലും ലയിക്കും. ഇവിടെ എവിടമാണെങ്കിലും ശരി, ഇന്ത്യ മുഴുവൻ ലയിച്ച് നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. അതായത് ആർക്കാണോ ഭാരതമാതാവിന്റെ അർത്ഥം അറിയാത്തത്, ഭാരതം ജീവൻ തുടിക്കുന്ന രാജ്യമാണ്. ഇതിനെ മുറിക്കാനും കഴിയില്ല, പിരിക്കാനും കഴിയില്ല. നോട്ട് ദ പാർട്ട് ഓഫ് ലാൻഡ്. ലാൻഡ് എവിടെ പോയിട്ടുണ്ടെങ്കിലും ശരി, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ ചിലര് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നൻകാന സാർ, പിന്നെ കർത്താപൂർ സാർ, അവരിന്ന് പാകിസ്ഥാനിലുണ്ട്. ഫിസിക്കലി അവർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണോ അതോ പാകിസ്ഥാനിന്റെ ഭാഗമാണോ? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മേജർ ഏരിയ അവിടെയാണ്. അത് അവരുടെയാണോ അതോ അത് നമ്മളുടേതാണോ? അതായത് നമ്മുടെ ദേശീയ ഗാനത്തിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, സിന്ധ് അവിടെ ആയിരുന്നിരിക്കാം, പക്ഷെ അത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ഇത് നിഷേധിക്കുന്നവർ ഭാരതമാതാവിനെ കുറിച്ച് അറിയാത്തവരാണെന്ന് പറയാം. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബലൂചിസ്ഥാൻ എപ്പോ രണ്ടാവും? നോക്കൂ, സമയമാകുമ്പോൾ എല്ലാം നടക്കും. അതൊരു സത്യമാണ്. അവിടെ ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾ തന്നെ പറയുന്നു, ഞാനല്ല പറഞ്ഞത്.
कि सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए कातिल में है, और आगे वक्त आने पर बता देंगे तुझे आसमां, हम अभी से क्या बता दें जो हमारे दिल में है. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടെക്നിക്കലായ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണം മോദിജി 10 വർഷം കൊണ്ട് ഇന്ത്യയെ എത്ര ഉയരങ്ങളിലാണ് എത്തിച്ചിരിക്കുന്നത്. നിങ്ങളിത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം. 10 വർഷങ്ങൾക്ക് മുൻപ് ഡിഫൻസ് പ്രൊഡക്ഷനിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു. ഇന്ന് 1,27,000 കോടി ഡിഫൻസ് പ്രൊഡക്ഷൻ ഒരു ചെറിയ കാര്യമാണ്. ഞാൻ നമ്മുടെ സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയേഴ്സിനും കഴിവില്ലെന്നല്ല പറയുന്നത്. ആ സമയത്ത് മിസൈൽ ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത്. അതായത് സാറ്റലൈറ്റും ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മിസൈൽ നിർമ്മിക്കുന്ന രാജ്യം റൈഫിൾ ഉണ്ടാക്കില്ലെന്നാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാവോ? നമുക്കതിനുള്ള ശേഷിയുണ്ട്. സാറ്റലൈറ്റ് നിർമ്മിക്കുന്ന രാജ്യം ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കില്ലേ? മോദിജി ഡിഫൻസ് പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? അതായത് ഇപ്പോൾ നമ്മൾ അസോൾട്ട് റൈഫിളും നിർമ്മിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ 80% പ്രൊഡക്ഷൻസിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഡിപ്ലോമസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പിന്നെ റഷ്യയിൽ നിന്ന് നമുക്ക് എക്സ്പോ 100ഉം ലഭിച്ചല്ലോ. കാരണം നമ്മൾ കോഡ് മെമ്പർ ആയതുകൊണ്ടാണത്. കോഡ് മെമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് എക്സ്പോ 100 കിട്ടിയത്. അങ്ങനെ 100 എക്സ്പോ കിട്ടിയതുകൊണ്ട് അമേരിക്ക ഭീഷണി മുഴക്കി. ഭീഷണിക്ക് ശേഷം അവർ സാങ്ഷൻ ചെയ്തില്ല. നമുക്ക് പ്രിഡേറ്റർ ഡ്രോൺ തരാനും തയ്യാറായി. നമ്മോടൊപ്പം ബാക്റ്റായി. അത് നാറ്റോ രാജ്യങ്ങളിൽ ആരുടെ കയ്യിലുമില്ല. അതായത് 2020 ഗൽവാന്റെ പക്കലും അതില്ല. പിന്നെ പ്രതിരോധ മന്ത്രി പ്രൊക്യൂർമെന്റും തുടങ്ങി. ആ സമയത്ത് ഗവൺമെന്റും തീരുമാനിച്ചിരുന്നു. ഇന്ന് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. അതായത് വാർ നടക്കുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റീസ് വേണമല്ലോ. എനർജി സെക്യൂരിറ്റി. നമ്മൾ ഫോറിനിൽ എന്തിനാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓയിലിനു വേണ്ടി. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 100% ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേ ആയിക്കഴിഞ്ഞു. സോ ഓയിൽ ഡിപ്പെൻഡൻസി കുറഞ്ഞില്ലേ? പിന്നെ പെട്രോൾ, എത്തനോൾ അത് നമ്മൾ 20% കുറച്ചു കഴിഞ്ഞു. അപ്പോൾ 20% ഡിപ്പെൻഡൻസി കുറഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് എത്തി. അവിടെ നമ്മുടെ ഡിപ്പെൻഡൻസി കുറഞ്ഞു. സോ നമ്മുടെ ഓയിൽ, ഫൈറ്റർ പ്ലെയിൻ ഇലക്ട്രിക്കിൽ ഓടില്ല. ആയുധങ്ങളുടെ വണ്ടി ഇലക്ട്രിക്കിൽ ഓടില്ല. പക്ഷെ കാറുകൾ ഓടും. നമ്മുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മോദിജി ഇതെല്ലാം വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ, പല രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവർ നമുക്ക് S-400 തരാൻ വിസമ്മതിച്ചല്ലോ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മളവരെ ഓപ്പണായി സഹായിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറയൂ, നമ്മുടെ 2/3 ഡിഫൻസ് എക്യുപ്മെന്റ്സ് അതിന്റെ കണക്ഷൻ റൂസുമായിട്ടാണ്. ഇന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. താങ്കൾ പറയുന്നതുകൊണ്ട് അംഗീകരിക്കുന്നു. നമ്മുടെ ബലം, വീരം, ശക്തി, നമ്മുടെ പട്ടാളത്തിന്റെ ശക്തി, ഇങ്ങനെയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്നിരുന്നാലും കാശ്മീരിന്റെ ഒരു ഭാഗം ഇപ്പോഴും പാകിസ്ഥാന്റെ കൈവശമാണുള്ളത്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ കൈകളിലാണുള്ളത്. പിന്നെ രണ്ടാമതൊരു ഭാഗം 2 കൊടിക്കീഴിലാണുള്ളത്. ഒരുപക്ഷെ 2009 മുമ്പ് എന്തിനാണ് അടൽജി ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയതെന്ന് ചോദിച്ചാൽ, 15 अगस्त का दिन कहता आजादी अभी अधूरी है, सपने सच होने बाकी हैं, റാവി की शपथ न पूरी. റാവിക്കരയിൽ 1930 സ്വാതന്ത്ര്യ സമരം നടന്നു. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ 5 ഓഗസ്റ്റ് 1970 ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം പാതി കാര്യം തീരുമാനത്തിലായി. പിന്നീടുള്ള റെസൊല്യൂഷൻ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ എല്ലാം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകും. POK ജനങ്ങൾ നമ്മുടെ ജനങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഞാൻ സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വിഷമിക്കേണ്ട കാര്യമില്ല. ഭാവിയിൽ എല്ലാം ശരിയാകുന്നൊരു നിമിഷം വരും. ഡയറക്റ്റ് ആക്ഷനിലൂടെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. നോക്കിക്കോളൂ, ഡയറക്റ്റ് ആക്ഷനെ ഫലം കാണൂ. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം സുധാംശു ത്രിവേദിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. കാശ്മീരിന്റെ കാര്യം വിട്ടേക്കൂ. മസ്രിക്ക് പാകിസ്ഥാൻ, അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഖൈബർ പഖ്തുനായെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ബലൂചിസ്ഥാനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സിന്ധിനെ പറ്റുന്നില്ല. അതൊക്കെ ആദ്യം പരിഹരിക്കൂ, എന്നിട്ട് ബാക്കി നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി, ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു സീനിയർ മെമ്പറാണ്, സുധാംശു ത്രിവേദി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BJPയുടെ മേലുള്ള കുറ്റാരോപണം അവരുടെ ഫോറിൻ പോളിസി ഫെയിലിയർ ആണ് എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഈ സ്ട്രൈക്കെല്ലാം തീർന്നതിന് ശേഷം, താൽക്കാലികമായി നിർത്തിയ ഇതിനു ശേഷം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അമേരിക്കയ്ക്കും നന്ദി, ചൈനയ്ക്കും നന്ദി, ഖത്തറിനും നന്ദി,
UAE-ക്ക് നന്ദി. ലോകത്തുള്ള സകലമാന രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഒരാളെ അച്ഛാന്ന് വിളിച്ചു, മറ്റുള്ളവരെ സഹോദരങ്ങളെന്ന് വിളിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ഒരു രാജ്യവും വന്നില്ല എന്നുള്ളതാണ്. അത് ശരിയല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും പേരെ, ഒരാളെ സഹോദരൻ, ഒരാളെ അച്ഛൻ, ഒരാളെ ചിറ്റപ്പൻ, മറ്റൊരാളെ വല്യച്ഛൻ, നിങ്ങൾക്ക് മനസ്സിലായി കാണും പാകിസ്ഥാൻ എവിടെയെല്ലാം പോയി മുട്ടുകുത്തിയിട്ടുണ്ടെന്ന്. ഈയൊരു വാക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഞങ്ങൾക്കാരോടും സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ജയശങ്കർ സർ കൃത്യമായിട്ടാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വിഷയം ബൈലെറ്ററായും എന്താണെങ്കിലും പാകിസ്ഥാന് ഞങ്ങളോട് സംസാരിക്കാമെന്ന്. ഞങ്ങളിത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഫോറിൻ പോളിസി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് മോദിജി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഡിഫൻസ് കോണ്ടാക്ട്സിൽ നമുക്ക് റഷ്യയുടെ പക്കൽ നിന്ന് S-400 ലഭിച്ചു. നമ്മൾ കോഡ് മെമ്പർ ആയിരിക്കുമ്പോൾ S-400 തന്നതിന് ശേഷവും അമേരിക്ക നമുക്ക് പ്രിഡേറ്റർ ഡ്രോൺ തരാൻ തയ്യാറായിരുന്നു. നമ്മൾ നാറ്റോയിൽ മെമ്പർ അല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ റാഫേൽ വാങ്ങി. പക്ഷെ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഫൈറ്റർ വാങ്ങിയില്ല. പിന്നീട് നമുക്ക് ഫ്രാൻസും സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇസ്രയേലിൽ നിന്നും സിസ്റ്റം വാങ്ങിച്ചു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും നല്ല കൊളാബറേഷനിലാണ് പോകുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ അറിവിൽ ഏകദേശം 21 രാജ്യങ്ങൾ മോദിജിക്ക് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റിൽ ഇതിനേക്കാൾ വലുതായിട്ട് എന്താണ് വേണ്ടത്? മുസ്ലിം രാജ്യങ്ങളിൽ 2 വലിയ വലിയ പോൾസ് ഉണ്ട്. സൗദി അറബ്, അതൊരു സുന്നി മുസ്ലിം പോൾട്ടാണ്. ഇറാന്റെ കാര്യത്തിൽ ഷിയ മുസ്ലിം പോൾട്ടാണ്. ഇത് രണ്ടും ടെററിസത്തെ കണ്ടംപ്റ്റ് ചെയ്തു. ഒരിക്കലും പാകിസ്ഥാന് ഫേവറായിട്ട് ആരും പോയില്ല. ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ, വി ഡു റെസ്പെക്ട് എവരിബഡി. നിങ്ങൾക്കറിയാലോ, 1971 യുദ്ധത്തിൽ 1/2 ഡസൻ ഇന്ത്യക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവന്നിരുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് റൂൾസ് വിഡ്രോ ചെയ്യേണ്ടി വന്നു. 7th ഡിസംബർ 1971 100 രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിരുന്നു. UN-ൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കിയോ? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? മറ്റൊരു കാര്യവും സംഭവിച്ചു. IMF-ന്റെ ലോൺ പാകിസ്ഥാന് കിട്ടി. അത് കിട്ടിയിട്ടുണ്ട്. പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ശേഷവും തീവ്രവാദികളുടെ ആക്രമണത്തിന് ശേഷവും അവർക്ക് IMF-ൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ലോൺ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. IMF ലോൺ ഇത്തവണയാണ് പാകിസ്ഥാന് കിട്ടിയത്. അതിൽ 11 അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ കണ്ടീഷൻസ്, അതായത് ആ കണ്ടീഷൻസ് കാറ്റ് നിർത്തും, ശ്വാസം നിർത്തും, ഏകദേശം അതുപോലെ തന്നെയാണ്. ആ കണ്ടീഷൻസിൽ ഇതുമുണ്ട്. നിങ്ങൾ ഈ ലോ ഒക്കെ പാസ് ചെയ്ത് നിങ്ങളുടെ പാർലമെന്റിൽ ഇത് പാസ്സാക്കണം. ഇപ്പൊ പാകിസ്ഥാന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരാഴ്ചത്തേക്ക് അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. IMF-ന്റെ പക്കൽ നിന്ന് ലോൺ വാങ്ങിക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിൽ എത്ര നാശനഷ്ടമുണ്ടായി. ഇപ്പോൾ അവർ ആയുധം വാങ്ങിക്കുമോ അതോ അരി വാങ്ങിക്കുമോ? ഒരുപക്ഷെ അവർ ആയുധം വാങ്ങിയാൽ ജനങ്ങൾ അവർക്കെതിരെ നിൽക്കും. അരി വാങ്ങിയാൽ അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കുന്ന മോദിജിയെ കാണാം. ഇപ്പൊ അവർ അങ്ങനെയൊരു സാഹചര്യത്തിലാണുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, IMF-നെ കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായി സംസാരിക്കൂ. IMF ചീഫ് ക്രിസ്റ്റലിന ജോർജിന എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ വർഷം ഇന്ത്യ 50% ഗ്രോത്തോടുകൂടി വേൾഡ് ഗ്രോത്ത് എഞ്ചിനായിട്ട് ഉയരും. പിന്നീട് ഉയർന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉണ്ടാകും. ഒരു സമയത്ത്, അതായത് ഒരു പഴയ സിനിമയുണ്ട്, ഇന്ത്യക്ക് 0 കൊടുത്തു. അതിനു മുമ്പ് പ്രാൺ വന്ന് മനോജ് കുമാറിനോട് പറഞ്ഞു, ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ഈസ് വേൾഡ് ടു 0. IMF ചീഫ് എന്ന് പറയുന്നു, ഇന്ത്യയുടെ ഗ്രോത്ത് 15% കൂടുമെന്ന്. ഒരു ഭാഗത്തവർ പാത്രമെടുത്ത് നിൽക്കുന്നു. എന്തായാലും ജനങ്ങൾ ഇതിനെ നന്നായി വിലയിരുത്തുന്നുണ്ട്. അതായത് ഒരു ഭാഗത്തു നിന്ന് ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല, ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അവിടെ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റുമോ? അമേരിക്കയിലേക്ക് പാകിസ്ഥാനുമായി വളരെ സിമ്പിൾ. നമുക്ക് 131 ബില്യൺ. സർ, ഞാൻ പറയാം. അതായത് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് കോൺഗ്രസ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോറിൻ പോളിസി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഓൾ പാർട്ടി ഡെലിഗേഷനെ അയക്കേണ്ടി വന്നത്. ഇന്ത്യയെപ്പറ്റി വിദേശ രാജ്യങ്ങളോട് പറയാൻ പ്രതിപക്ഷത്തിന്റെ സഹായം ഇപ്പോൾ ആവശ്യമാണ്. അതായത് ഈ അവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അടൽജി എന്താ ചെയ്തതെന്ന് നോക്കൂ. ഞങ്ങളിപ്പോ ഭരണത്തിലിരിക്കുമ്പോൾ ഫോറിൻ പോളിസിയെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്? അതായത് 26th ആക്രമണത്തിന് ശേഷം 16 ജൂലൈ 2009 ഒരു ന്യൂട്രൽ ഡെസ്റ്റിനേഷൻ ഈജിപ്തിന്റെ ഷർമൽ ഷെയ്ഖിനടുക്കൽ ചെന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജോയിന്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്തു. ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്. പ്രസ് റിലീസ് ഓഫ് മിലിറ്ററി ഓഫ് എക്സ്റ്റേണൽ ഓഫേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവര് പറയുന്നത് നിങ്ങളുടെ സമാധാന സംഭാഷണം തീവ്രവാദികളുടെ അടുക്കൽ വിലപ്പോകില്ലെന്ന്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വിൽ നോട്ട് ബി എഫക്റ്റഡ് ബൈ ദ കോമ്പോസിറ്റ് ഡയലോഗ്.
ദേ ഷുഡ് നോട്ട് ബി ബ്രാക്കറ്റഡ്. അതായത് അവർ പറഞ്ഞു സമാധാന ചർച്ചകളും തീവ്രവാദവും നടന്നുകൊണ്ടേയിരിക്കും, അല്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ മോദിജി പറഞ്ഞു ടെറർ ആൻഡ് ടോക്ക് ഒരിക്കലും നടക്കില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു ചോരയും ഒഴുകും ജലവും ഒഴുകും. മോദിജി പറഞ്ഞു ചോരയും വെള്ളവും ഒഴുകുമെന്ന്. അന്ന് പറയുമ്പോ പ്രധാനമന്ത്രി ഗിലാനി ബലൂചിസ്ഥാന്റെ പേരാണ് പറഞ്ഞത്. NDAയുടെ പ്രസ് പീസിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഗിലാനിയും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഹീസ് ഹാവിംഗ് സം ഇൻപുട്ട് ഇൻ ബലൂചിസ്ഥാൻ. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് സമ്മതിച്ചു അവർ കാശ്മീരിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലും ആയതുപോലെയാണ്. ഇത് മനോഹരമായ ഫോറിൻ ഡിപ്ലോമസിയാണ്. ഇതുപോലൊന്ന് ആരും കണ്ടിട്ടേ ഉണ്ടാവില്ല. പിന്നെ ഇവരുടെ ഡിപ്ലോമസി ഫോറിനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സൈന്യം ജയിച്ചു, ഇവരെല്ലാം തോറ്റ് പിന്മാറും. ഫോറിൻ പോളിസി കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ പാതി കാശ്മീർ കൈവിട്ടുപോയി, പാതി പഞ്ചാബ് പോയി പാകിസ്ഥാനൊപ്പം, പാതി ബംഗാൾ ബംഗ്ലാദേശിനൊപ്പം പോയി. ഒറ്റ വാക്കിൽ പറയാലോ ഇവരുടെ ഫോറിൻ പോളിസി ഇതാണ്. कि पंजाब गया, कश्मीर गया और चला बंगाल गया और चीन के हाथों मानसरोवर का वह ऊंचा भाल गया. ഒരു ലൈനിലേ പറയാനുള്ളൂ. എല്ലാ വിഷ്ണു ഇതന്നെയാണ്. പിന്നെന്തിനാണ്? അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. हो चुकी यहाँ पर गूंज बहुत अब शांति शांति के नारों की, तो आवश्यकता है आन पड़ी तलवारों की झनकारों की. നോക്കൂ സർ, ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുലിനെ പോലുള്ള നേതാക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏത് ഡെലിഗേഷനാണോ പോയത് അത് വെച്ച് മോദി സർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തുറന്നു വെച്ചെന്നും ഇപ്പോൾ ടെററിന്റെ പേര് ടൂർ ആൻഡ് ട്രാവൽ കമ്പനി തുറന്നു വെച്ചിരിക്കുകയാണെന്നും. സഞ്ജയ് രാഹുൽജിയുടെ പാർട്ടി പാർലമെന്റിലെത്തി. രാജ്യസഭാ മെമ്പർ, ആ പാർട്ടിയിലെ അംഗമാണ് പ്രിയങ്ക ചതുർവേദി. നിങ്ങളെന്താ തടയാഞ്ഞത്? നിങ്ങളുടെ ആളുകളെയും അയക്കും, ഇവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവര് പറയുന്നു ഇത് കാരണം ഞങ്ങൾക്ക് ആപത്തുണ്ടെന്ന്. ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം ഡിപ്ലോമറ്റായിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് പൊയ്ക്കൂടാ? പൊളിറ്റിക്കൽ ചെയർ, ഫോറിൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്. മനീഷ് തിവാരി എത്ര ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. കോൺഗ്രസിൽ എന്താ സംഭവിക്കാന്നറിയോ? വിശ്വാസമില്ലാത്തൊരു കാലമാണിത്. അവർക്ക് സർക്കാരിന് മേൽ വിശ്വാസമില്ല, പട്ടാളത്തിന് മേൽ വിശ്വാസമില്ല. അതിരിക്കട്ടെ, ഇപ്പൊ അവർക്ക് പാർട്ടി അംഗങ്ങളിലും വിശ്വാസമില്ല. അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പുറത്തുപോയാൽ എന്ത് നടക്കുമെന്ന് പോലും അവർക്കറിയില്ല. കോൺഗ്രസിന് ഇങ്ങനെ തോന്നിയിരിക്കാം, ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തൊക്കെയോ ന്യൂസും വരുന്നുണ്ട്. സോ അവർക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിലുള്ള നല്ല ലിങ്ക് കിട്ടുന്നവർ ഒരിക്കലും പോകരുതെന്ന്. കാരണം നാളെ അവർ നമ്മുടെ ശത്രുക്കളായി തീരും. അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം പുറത്തു വരണം, സത്യസന്ധമായി ചേർന്ന് നിൽക്കണം. പറഞ്ഞു കേട്ടിട്ടില്ലേ, ബ്രഹ്മത്തിന് വൈദ്യം ആർക്കും ചെയ്യാൻ കഴിയില്ലെന്ന്? അവിടെ പണക്കാരാണ് വൈദ്യന്മാർ. മുസ്ലിം പരമ്പരയിൽ ഹക്കീനെയാണ് വിശ്വസിക്കുക. എനിക്ക് കോൺഗ്രസിനോട് ഇതാണ് പറയാനുള്ളത്, ഭ്രമയിൽ നിന്നും പുറത്തു വരൂ. ഒരു സിംഹം कि इसमें क्या रखा है देखे है जो तू आन के पास, बदगुमा वहम की दारू नहीं लुकमान के पास. ഇപ്പോൾ പാകിസ്ഥാനും തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ ഡെലിഗേഷനെ എല്ലാം ലോകം മൊത്തം അയക്കണമെന്ന്. അതായത് ഞങ്ങൾക്കും തീവ്രവാദത്തിനും ഒരു ബന്ധവുമില്ല, ഞങ്ങളും തീവ്രവാദത്തിന്റെ വിക്ടംസ് ആണെന്ന് ഞാൻ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണല്ലോ അവർ കോപ്പി അടിക്കുകയാണെന്ന്. ഇതിലിപ്പോ ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം. അവരൊരു പഴയ പാട്ട് കോപ്പി അടിച്ചു. सदियों के बाद फिर उड़े बादल गुलाल के, हम लाए हैं तूफान से कश्ती निकाल के इस देश को ഒക്കെ അവർ കോപ്പി അടിച്ചതാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്ത. हम लाए हैं तूफान से कश्ती निकाल के इस मुल्क को रखना मेरे बच्चों संभाल के. ഇനി ആ പാട്ടിന്റെ അവസാനത്തെ ലൈൻ, बरसों के बाद फिर उड़े बादल गुलाल के, അവർ പറയുന്നു बरसों के बाद फिर उड़े परचम हिलाल के, പിന്നെ അവസാനം പറയുന്നു कश्मीर में फहराना है झंडा उछाल के. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാശ്മീരിന്റെ കാര്യമൊക്കെ പോട്ടെ, പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ കേബർ ബക്തുള്ളയെ നിയന്ത്രിക്കാനാവുന്നില്ല, ബലൂചിസ്ഥാനെ നിയന്ത്രിക്കാനാവുന്നില്ല, സിന്ധിനെ നിയന്ത്രിക്കാനാവുന്നില്ല. ആദ്യം അതെല്ലാം ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരൂ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പാകിസ്ഥാനിലെ മുനീർ എന്ന അവിടുത്തെ സേനാ മേധാവി ഇത്രയും നാണം കെട്ടൊരു തോൽവി ലഭിച്ചതിന് ശേഷവും അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു. സർ, താങ്കൾ നല്ല നല്ല കവിതകളൊക്കെ പാടി. ഒരു കവിത ഞാനും പാടാൻ ആഗ്രഹിക്കുന്നു. दूध फटने से जो बनता है उसे पनीर कहते हैं, और हारने के बाद जो जश्न मनाए उसे मुनीर कहते हैं. So sad. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇവരൊരു നല്ല കാര്യമാണ് പറഞ്ഞത്. യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം അവർ ഫീൽഡ് മാസ്റ്റർ ആകും. പാകിസ്ഥാൻ മിലിറ്ററി യുദ്ധത്തിൽ ജയിച്ചില്ല, ഇലക്ഷനിൽ തോറ്റില്ല. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ മുനീറിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് 99 നേടിയെടുക്കാൻ 240-ൽ തോൽവിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
തേർഡ് അറ്റംപ്റ്റിൽ തേർഡ് ഡിജിറ്റിൽ ടച്ച് ചെയ്യാൻ കഴിയാതെയാണ് ഇരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ തവണ ഗവൺമെന്റ് പരാജയം സമ്മതിച്ചു. സോ എനിക്ക് തോന്നുന്നത് അവിടെയും അവിടുത്തെ മിലിറ്ററി പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഫീൽഡ് മാർഷലായി പ്രൊമോഷൻ കിട്ടും. ഇവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പ്രൊമോഷൻ കിട്ടും. 2014 തോറ്റു നേതാവായി, 2019 തോറ്റു പ്രതിപക്ഷ നേതാവായി. സോ അവിടെ തോറ്റാൽ ഫീൽഡ് മാർഷലാവും, ഇവിടെ തോൽക്കുകയാണെങ്കിൽ ഫെയിൽഡ് മാർഷലാകും. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഞങ്ങൾ പറഞ്ഞത് സീറോ ടോളറൻസ് ഓൺ ടെറർ. ഇവര് മുഖേന എനിക്കൊരു നല്ല ഭരണകൂടവും കൈകെട്ടി നിൽക്കുന്ന മിലിറ്ററിയും ഉണ്ടായിരുന്നു. പിന്നെ ധൈര്യമുള്ള ഭരണകൂടം, എല്ലാ സ്വാതന്ത്ര്യമുള്ള മിലിറ്ററി. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഭാരതീയ ജനതാ പാർട്ടിയുടെ സീനിയർ സ്പോക്ക് പേഴ്സണായ സുധാംശു ത്രിവേദിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബിജെപിയുടെ മേലുള്ള കുറ്റാരോപണം ബിജെപിയുടെ നേതാക്കന്മാർ നമ്മുടെ സേനയെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുധാംശു സാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറും മധ്യപ്രദേശിലെ ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ്, അതായത് വിജയ് ഷാ. അദ്ദേഹം കേണൽ ഖുറേഷിയെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതൊരിക്കലും ന്യായപ്പെടുത്താൻ സാധിക്കില്ല, നാണക്കേടായ കാര്യമാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ആരാണോ നമ്മുടെ സ്ത്രീകളുടെ കുങ്കുമം ഇല്ലാതാക്കിയത്, ഞങ്ങൾ അവരുടെ സഹോദരിമാരെ അയച്ച് അവരെ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. ഞാനിത് എതിർക്കുന്ന ഒരു പ്രസ്താവനയാണ്. പിന്നെ ഇതിന്റെ പേരിൽ അദ്ദേഹം ക്ഷമയും ചോദിച്ചു, വിഷമിച്ചു. എന്നാലും നീതിപീഠത്തിന്റെ രീതിയുണ്ടല്ലോ, എന്താണെങ്കിലും അത് നിയമത്തിന്റെ വഴിക്ക് നടക്കൂ. അതുകൊണ്ട് ഞങ്ങൾ അല്ല, താങ്കൾക്ക് തോന്നിയില്ലേ ബിജെപി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒതുക്കി വെക്കണമെന്ന്? നോക്കൂ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹം മാപ്പും ചോദിച്ചു, അതിൽ വിഷമിക്കുകയും ചെയ്തു. പക്ഷേ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? എയർഫോഴ്സ് ഓഫീസേഴ്സിനെ കൊലപ്പെടുത്തിയ യാസിം മാലിക്കിനെ ക്ഷണിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവർക്ക് സമ്മാനം കൊടുത്തു. ഇന്ത്യൻ നേതാവിനെ സ്ട്രീറ്റ് റൗഡിയെന്ന് ആര് വിളിച്ചോ അവരുടെ നേതാവായ സിദ് ബിജെപിയോട് മാപ്പ് ചോദിക്കാനും തയ്യാറായില്ല. അങ്ങേരുടെ പ്രസ്താവനയെ വിഡ്രോയും ചെയ്തില്ല. വിഡ്രോ ചെയ്തില്ല. ആര് ഹാഫീസിനെ സാബെന്ന് വിളിച്ചോ, ആര് ഒസാമയെ ജി എന്ന് വിളിച്ചോ, അതുമാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ആക്രമണത്തിൽ ആര് വീരമൃത്യു വരിച്ചോ അവരുടെ കുടുംബം മെഡൽ തിരിച്ചുകൊടുത്തു. കാരണം സുപ്രീം കോടതി അയാളെ ശിക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും അയാളെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയില്ല. അവരുടെ കണ്ണിൽ കണ്ണീര് വന്നില്ല. പക്ഷേ എൻകൗണ്ടർ ചെയ്ത കുറ്റവാളികൾക്ക് വേണ്ടി കരഞ്ഞു. സൈന്യത്തിന്റെ ധീരതയെപ്പറ്റി, സൈന്യത്തിന്റെ മര്യാദകളെക്കുറിച്ച് ഏത് രീതിയിലെല്ലാമുള്ള കാഴ്ചപ്പാട് ബിജെപിക്കും മോദിജിക്കുമുണ്ടോ? അതായത് അക്കാര്യത്തിൽ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അതെല്ലാം സമ്മതിക്കുകയാണ്. താങ്കൾ വിജയ് കാര്യത്തിൽ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, 2 wrongs to make a right. കോൺഗ്രസ് 1000 തെറ്റ് ചെയ്യട്ടെ, പക്ഷേ ബിജെപിക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? നോക്കൂ, ഈ പ്രസ്താവനയെ എതിർത്തത് പാർട്ടി വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തത്. ഒരുപക്ഷെ മാപ്പ് ചോദിച്ചാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അത് അതിന്റെ വഴിക്ക് തന്നെ പോകും. ചോദ്യം ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് തീവ്രവാദിയെ മകളെന്ന് വിളിച്ചത്? ഇസ്രത് ജഹായെ എന്തുകൊണ്ടാണ് ഓപ്പണായി മകളെന്ന് പറഞ്ഞത്? പിന്നെ നിങ്ങളുടെ ഭരണസമയത്ത് ഇതിനേക്കാളും വലിയ തമാശ വേറെന്താണ്? കോൺഗ്രസിന്റെ ഭരണസമയത്ത് IB ഇസ്രത് ജഹാദിനെ തീവ്രവാദി എന്ന് വിളിച്ചു. CBIയും തീവ്രവാദി എന്നാണ് വിളിച്ചത്. CBI പിന്നീട് അവരുടെ സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്തു. പക്ഷേ IB ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്തില്ല. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ബ്യൂറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്രത് ജഹാദ് ഒരു തീവ്രവാദിയാണ്, എന്നിട്ടും അവരെ മകളെന്ന് വിളിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ വലിയൊരു മത്തങ്ങയെ ചോറിനകത്ത് പൂഴ്ത്തിവെക്കുന്ന പോലെയാണ്. അതൊരു നാണക്കേട് തന്നെയാണ്. മിലിറ്ററി, സൈനികർ, പിന്നെ കേണൽ ഖുറേഷി, പിന്നെ മൊത്തം കുടുംബത്തെയും, ഭാരത സൈന്യത്തിന്റെ പാരമ്പര്യത്തെ, ഭാരതീയ ജനതാ പാർട്ടിയെ എല്ലാ ഇന്ത്യക്കാരും മാനസികമായി അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ബിജെപി വിജയ് ഷായ്ക്കെതിരായിട്ട് അപ്പൊ തന്നെ ആക്ഷൻ എടുത്തിരിക്കണം. താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമല്ല. അല്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം, നിങ്ങൾ 2 കുറ്റാരോപണത്തെക്കുറിച്ച് പറയൂ, എന്നിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. നോക്കൂ, മറ്റൊരു നേതാവുമുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഇന്ത്യൻ സേന മോദിയുടെ മുന്നിൽ തല വണങ്ങണം എന്നുള്ളതാണ്. ഇല്ല, അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുമില്ല. അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് മിലിറ്ററിയെ ഞാൻ ബഹുമാനിക്കുന്നു, മോദിജിയെയും ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ ബിജെപി കൊടിയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേന നേടിയെടുത്ത വിജയം, അതായത് നമ്മുടെ പട്ടാളം നേടിയ വിജയം ഇവര് തട്ടിയെടുക്കാൻ നോക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതേ കോൺഗ്രസ് ആണ്. ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ,
അഭിപ്രായ സ്വാതന്ത്ര്യം സഹതാപത്തിന്റെ ചിഹ്നമായി മാറിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ അനുകൂലിച്ചുകൊണ്ട് ശ്രീനഗറിൽ നിന്ന് ലക്നൗ വഴി ഹൈദരാബാദിലേക്ക് പോകുന്നതിന്, അതായത് ആ യാത്രയെ വികാരത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ മിലിട്ടറിയുടെ അതിരുകടന്ന ആത്മവിശ്വാസത്തെ, അതിനെ ഇവർ മനഃപൂർവ്വം രാഷ്ട്രീയവൽക്കരിക്കുകയാണുണ്ടായത്. നിങ്ങൾ നോക്ക്, ഗാസയെക്കുറിച്ചുള്ള അവരുടെ ട്വീറ്റ് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന്? പിന്നെ ഗാസയിൽ ക്രൈം എഗനിസ്റ്റ് ഇമ്മ്യൂണിറ്റി, കൂടാതെ ബ്ലാസ്റ്റിംഗ്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നെ മിലിട്ടറിയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. ഒന്നല്ല, ധാരാളം ഡിബേറ്റ്സ് ഉണ്ട്. നിങ്ങൾ കേട്ടുനോക്കൂ. മിലിട്ടറിയുടെ ശക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 71 വാറിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ജഡ്ജിയുണ്ട്, അദ്ദേഹത്തെക്കാളൊന്നും എനിക്കറിയില്ല. പാരാട്രൂപ്പേഴ്സിനെ ആരാണ് ലീഡ് ചെയ്തത്? ഡാക്ക. അത് എത്ര വലിയ ഓപ്പറേഷനാണ്. ഡയറക്റ്റായി ഡാക്കയിലേക്ക് പാരാട്രൂപ്സിനെ അയച്ചു. ജനറൽ ജേക്കബ്, ആർക്കും പേര് പോലും പറയാൻ കഴിഞ്ഞില്ല. ഈസ്റ്റ് ഓഫ് ദി ഈസ്റ്റേൺ, നമ്മുടെ ഈസ്റ്റ് കമാൻഡർ ജനറൽ ജഗദീഷ് സിംഗ് അറോറ, അദ്ദേഹമാണ് സൈൻ ചെയ്തത്. അദ്ദേഹത്തിന് പേരില്ല. ജനറൽ ജേക്കബിന് പേരില്ല. സെയ്ദ് മനിഷായ്ക്ക് പേരില്ല. എല്ലാവർക്കും ഒരു പേര് മാത്രമേ അറിയൂ, ഇന്ദിരാഗാന്ധി. അതായത് അന്നെല്ലാം ഇന്ദിരാഗാന്ധിയാണ് ചെയ്തത്. ഇപ്പം മിലിട്ടറി, ഞങ്ങൾ ഒന്നിനും അവകാശവാദം ഉന്നയിക്കില്ല. 3 കാര്യങ്ങളുണ്ട്. 2016 പ്രസ് കോൺഫറൻസ് ആരായിരുന്നു നടത്തിയത്? 2019 ആരാണ് നടത്തിയത്? എയർഫോഴ്സ്. 2025 ആരാണ് നടത്തിയത്? രാജ്യത്തിന്റെ 2 പെൺമക്കൾ, 2 ഓഫീസേഴ്സ്. സോ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുകയല്ല, മിലിട്ടറിയാണ് ചെയ്തത്. ഞങ്ങൾ അതിനെ അഭിനന്ദിച്ചു. മിലിട്ടറി ചെയ്തതിന് ഞങ്ങൾ അഭിനന്ദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. രാഷ്ട്രീയം കളിക്കുന്നത് അവരാണ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവര് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ എല്ലാ ക്രെഡിറ്റും മോദി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അതായത് മോദിജിയുടെ ഭരണസമയത്ത് സൈന്യത്തിന്റെ ശക്തി കൂടിയിട്ടേയുള്ളൂ, മാനസിക ശക്തിയും കൂടി. അതായത് മിലിട്ടറിയുടെ ശക്തി വളരെയേറെ വർദ്ധിച്ചു. ഞങ്ങൾ ഒന്നിനും അവകാശവാദം ഉന്നയിക്കില്ല. കാരണം മിലിട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അറ്റോമിക് എക്സ്പ്ലോഷൻ അടൽജിയുടെ ഭരണസമയത്താണ് നടന്നത്. 98-ൽ 74-ലും നടന്നു. 74-ൽ ഇന്ത്യ പറയുന്നതിന് മുമ്പ് തന്നെ റൂസ് അമേരിക്ക അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 98-ൽ ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കയ്ക്ക് അറിയില്ലായിരുന്നു. 74-ൽ അല്ലല്ല, ഞങ്ങൾ പീസിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. 98-ൽ പറഞ്ഞു പീസിന് വേണ്ടിയല്ല, വി ആർ ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്ന്. നമ്മളെ ന്യൂക്ലിയർ സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്തു. മോദിജി വന്നതോടുകൂടി മിലിട്ടറിയുടെ ശക്തി വർദ്ധിച്ചു. ന്യൂക്ലിയർ സബ്മറൈൻ, ന്യൂക്ലിയർ മിസൈൽസ്, പിന്നെ ജലം, ഭൂമി, ആകാശം 3ഉം ഒരുമിച്ച് ചേർത്ത് ന്യൂക്ലിയറുമായി എംപവേർഡ് ചെയ്തു. അതിനുശേഷം മിലിട്ടറിയുടെ ശക്തി അറിയാൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വീണ്ടും ഞാൻ പറയാണ്, അവർ യാസിം മാലിക്കിനെ വിളിച്ച് ഗവർണർ ഓഫീസിൽ വെച്ച് അനുമോദിച്ചു. അയാളുടെ പേരിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൊന്ന കുറ്റാരോപണമുണ്ട്. പക്ഷേ മോദിജി ആരെ വിളിച്ചത്? 2015-ൽ വീർ അബ്ദുൽ ഹമീദ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ 50-ാം ആണ്ട് അനുസ്മരണ യോഗത്തിൽ പത്നിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു വരുത്തി അനുമോദിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് സൈനികരെ അനുമോദിക്കേണ്ടത്. അതല്ല, ഇവരെന്താണ് പറയുക? സീറോ ടോളറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് സൈന്യത്തിനെതിരെ നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞത് സീറോ ടോളറൻസ് ഓൺ ടെറർ. അവരുടെ പീരീഡിൽ ധൈര്യമില്ലാത്ത ഗവൺമെന്റും കൈബന്ധിച്ച മിലിട്ടറിയുമായിരുന്നു. ഇന്ന് ജീവനുള്ള ഗവൺമെന്റും സ്വാതന്ത്ര്യമുള്ള പട്ടാളവുമാണ്. ഒരാൾക്ക് ചോദ്യം ചോദിക്കും. പാകിസ്ഥാനിലുള്ളവരൊക്കെ ഇതിനെ ജിഹാദ് എന്നാണ് വിളിക്കുന്നത്. അവർ തോറ്റതിനു ശേഷവും അവരുടെ ചീഫ് ആർ മുനീർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സംഭവിച്ച വിജയമാണെന്നാണ്. ഇതിൽ ഇസ്ലാം എവിടുന്നാ വന്നത്? ഇതാണ് തമാശയായിട്ടുള്ള കാര്യം. ബ്രദർഹുഡിലൂടെ വന്നതാ. പക്ഷെ 25 വർഷം ഒരുമിച്ച് കഴിയാൻ പറ്റിയില്ല. ബംഗ്ലാദേശിൽ ചെന്ന് ആക്രമിച്ചത് ആരാണ്? ആ സമയത്ത് പാകിസ്ഥാൻ തന്നെയല്ലേ? ജനറൽ ടിക്കയായിരുന്നു. അദ്ദേഹം മുസ്ലിമല്ലേ? ആൻഡ് ദി സെയിം ഇറ്റ് വാസ് ഹൂ വാസ് സെയിംഡ് ആസ് ഫ്യൂച്ചർ ഓഫ് ബംഗ്ലാദേശ്. 73-ൽ ബലൂചിസ്ഥാനിൽ ചെന്ന് അദ്ദേഹം ഇതാണ് ചെയ്തത്. ഹി വാസ് കോൾഡ് ബൂച്ചർ ഓഫ് ബലൂചിസ്ഥാൻ. ഇന്ന് ഹേബർ ബക്തുൻവാവിൽ താലിബാൻ ആർക്കെതിരെയാണ് പോരാടുന്നത്? ശരി, വിട്ടേക്കൂ, ഇത് ഒരുപക്ഷെ ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും. പെഷാവർ മസ്ജിദിൽ ബോംബ് ബ്ലാസ്റ്റ് എങ്ങനെയാ ഉണ്ടായത്? റാവൽപിണ്ടിയിൽ ബ്ലാസ്റ്റ് എങ്ങനെയാ ഉണ്ടായത്? അവിടെ 100% മുസ്ലിംസ് അല്ലേ? അതുകൊണ്ട് ഇതൊരു റെക്കേഡാണ്. നമ്മളിത് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്നു. ഇപ്പൊ ഇത് തകർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇതാണ് തെളിവ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയെ എല്ലാ രീതിയിലും താഴ്ത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മതപരമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടുകാണും. നിങ്ങൾ നിറയെ ഫുട്ടേജസ് നിങ്ങൾ കണ്ടുകാണും. സോ അവരുടെ മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പലതവണ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ എത്ര തവണ പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ആരും പറഞ്ഞില്ല.
സോ ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ലൈറ്റൻ നോട്ടിൽ പറയുകയാണെങ്കിൽ അവരുടെ അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ല ഇതെല്ലാം സംഭവിച്ചതെന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ കരുണ കൊണ്ടാണ് സംഭവിച്ചത്, ചൈനയുടെ കരുണ കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് പാകിസ്ഥാനിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. വിദേശത്ത് വെച്ച് പാകിസ്ഥാനിലെ ഒരു നേതാവിനെ ഞാൻ കണ്ടുമുട്ടി. ചർച്ചയ്ക്കിടയിൽ ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു? വിഭജനത്തിന് ശേഷമുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് നഷ്ടമായിരുന്നോ അതോ നേട്ടമായിരുന്നോ? പാകിസ്ഥാന്റെ ഇന്റലിജൻസ് എന്താണ് കരുതുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? പാകിസ്ഥാന്റെ ഇന്റലിജൻസ് പറഞ്ഞത്, പറയൂ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവര് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ 47 എന്താ നടന്നത്? ആൻഡ് നൗ മാർക്ക് ദ വേൾഡ്. അദ്ദേഹം പറഞ്ഞു 47 മുമ്പ് നമ്മുടെ പവർ സെന്റർ എവിടെയാന്ന് വെച്ചാ ലണ്ടൻ ആയിരുന്നു, പിന്നെ വാഷിംഗ്ടൺ ആയി, ഇപ്പോ ബീജിംഗ് ആയി. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ്. വാസ ആസിഫ് മുതൽ ഇപ്പോ ജനറൽ മുഷറഫ് വരെ വി വർ ഡൂയിങ് ദ ഡേർട്ടി വർക്ക് ഓഫ് വെസ്റ്റേൺ കൺട്രീസ്. അതായത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു രാജ്യം പിച്ചയെടുക്കുമ്പോൾ ആ രാജ്യത്തോട് ട്രേഡിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കൺട്രീസും ചെന്ന് അവരുടെ കയ്യിലുള്ള ബാക്കി മിനറൽസും കൂടി വാങ്ങണം. ചൈന സീ ബാക്കപ്സ് ഫുള്ളായി കയ്യേറി കഴിഞ്ഞു. അതായത് ഞാൻ പറയുന്നത്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുത്തൻ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പക്ഷേ ചിലരൊക്കെ അവന്റെ രക്തം ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ന് ഇതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന പേരിലാണ് തുടങ്ങിയത്. ജബ്സെ ബനാ ഹൈ പാകിസ്ഥാൻ, പാകിസ്ഥാൻ കെ മുസൽമാനോ കാ നുക്സാൻ ഹൈ നുക്സാൻ. സുധാംശു സാർ, താങ്കളോട് ഞാൻ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നിരുന്നാലും താങ്കൾ വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം നൽകി. ഇപ്പോൾ ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ എയർ കമാൻഡർ റിട്ടയർ എസ് ബഗലിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പോക്ക് പേഴ്സണായ സുധാംശു ത്രിവേദിയോടാണ്. കുറ്റാരോപണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലാണ്, ഇന്നത്തെ ഗവൺമെന്റിന്റെ മേലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും സുധാംശു ത്രിവേദി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി ഉത്തരം നൽകി. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണയുടെ ജഡ്ജ്മെന്റ് നമ്മുടെ ജഡ്ജി ഇപ്പോൾ പറയുന്നതായിരിക്കും. സുധാംശു സാർ, നിങ്ങളുടെ ഗവൺമെന്റ്, അതായത് എന്റെയും ഗവൺമെന്റ്, പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെയും നേരെ ഒരുപാട് കുറ്റാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റാരോപണങ്ങളാണ്. അതും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടവ. പിന്നെ IMFനെ പറ്റിയും ഫോറിൻ പോളിസിയെ പറ്റിയും അതുപോലെ ട്രംപിന്റെ മീഡിയേഷനെ പറ്റിയും ഒക്കെയുണ്ട്. പിന്നെ ഞാൻ എന്തിനിത് സമ്മതിക്കണം? അതായത് നിങ്ങൾ ഏത് വാക്കുകളാണോ ഉപയോഗിച്ചത്, അതുപോലെ നിങ്ങൾ തന്ന മറുപടികളും എല്ലാം ഇവിടെ ഓഡിയൻസ് കാണുന്നുണ്ട്. അവർക്കുള്ളിൽ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല സൂചനയായിട്ടും എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളെ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കണമെന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ കുറ്റാരോപണങ്ങളെയൊന്നും എനിക്ക് കൂടുതൽ വിശ്വസിക്കാനും സാധിക്കില്ല. നിങ്ങളുടെ അടുത്ത് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം അയൽ രാജ്യത്ത് പോകും, അവിടെ പോയി അടിക്കും, ആ അടിച്ചതിനെപ്പറ്റി ഈ ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്യും. ആ കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 4 വരികൾ ഞാനത് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. അത് എല്ലാവർക്കും മുന്നിലും വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. രജത് സാർ, നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ. शब्दों के शिल्पी, विचारों के वीर, तर्क में पारंगत, राजनीति के धीर, जहां हो भ्रम का अंधकार, वहां बने आप देश की पुकार. എവിടെയോ ഒരിടത്ത്, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എവിടെയോ ഒരിടത്ത് പ്രൊഫസർ ഇന്നും ജീവനോടെ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ഈ ഡെപ്ത് ഓഫ് നോളജ്, അതും അത്ഭുതകരമാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഒരു എയർ കമാൻഡറിനും കവിത എഴുതാൻ പിന്നെ ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൂടി തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം പറയൂ. അതായത് നിങ്ങൾ നമ്മുടെ ഇന്ത്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ, നിങ്ങൾക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻ തരികയാണ്. പറ്റുമെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്യണം. ഇപ്പോ ജഡ്ജി അദ്ദേഹം ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി
ഈ ലക്ഷ്യത്തെയാണ് പിന്തുടരുന്നത്. അദ്ദേഹം ജീവിതം ഇതിനു വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. तन समर्पित, मन समर्पित और यह जीवन समर्पित, चाहता हूं देश की धरती तुझे कुछ और भी दूं. അടുത്ത ലൈൻ, स्वप्न अर्पित, प्रश्न अर्पित, आयु का क्षण क्षण समर्पित, चाहता हूं देश की धरती तुझे कुछ और भी दूं. ഇനി എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ഘോഷം മുഴക്കാം. वंदे वंदे भारत माता की, भारत माता की जय. വന്ദേ മാതരം പിന്നെ ഭാരത് മാതാ കി ജയോടുകൂടി ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.